الحمد لله رب العالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരെ പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് കേൾക്കാതിരിക്കാൻ ഇടയില്ല. എല്ലാവരും കേൾക്കുകയും ആ നിലക്ക് പരിചയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പദമാണ് അല്ലെങ്കിൽ പ്രയോഗമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? അഹ്ലു എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നാണ് അർത്ഥം. അസുന്നത്തി എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ ആളുകൾ എന്നാണ്. വൽ ജമാഅത്തി എന്ന് പറഞ്ഞാൽ ജമാഅത്തിന്റെയും ആളുകൾ എന്നാണ്. അപ്പോ ആ സുന്നത്തിന്റെയും അൽ ജമാഅത്തിന്റെയും ആളുകൾ എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും എന്താണ് പ്രിയമുള്ളവരെ ഈ ശബ്ദം, മുജാഹിദുകളുടെ ഈ പ്രോഗ്രാം പല മനസ്സുകളോടെ കേട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളല്ലാത്ത ഈ നാട്ടിലെ നല്ലവരായ സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ ചോദിക്കാനുള്ളത്, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് നമ്മളിങ്ങനെ കേൾക്കുക എന്നല്ലാതെ എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സ്വന്തത്തോടും ചോദിച്ചു നോക്കൂ. മുജാഹിദുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ പെടൂല എന്ന് ഉസ്താദുമാരെ വയലിങ്ങനെ കേൾക്കും എന്നല്ലാതെ എന്താണിത്, ആരാണ് ഇതിൽ പെടുന്നത്, ആരാണ് പെടാത്തത് എന്നൊന്ന് സ്വന്തത്തോടും ചോദിച്ചു നോക്കും. നമുക്ക് അറിയില്ലേ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലേ? മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഞങ്ങളും നിങ്ങളും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞത്, മുജാഹിദുകൾ മുഹീദ്ദീൻ ശൈഖിനെ ബഹുമാനിക്കുന്നില്ല, യാതൊന്ന് കാണുവതു നാരായണ പ്രതിമ, യാതൊന്ന് ചൊല്ലുവതു നാരായണ സുതിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യാതൊന്ന് കേൾക്കുവതു നാരായണ സുതിമ, യാതൊന്ന് ചൊല്ലുവതു നാരായണ നമ എന്നൊക്കെ പറഞ്ഞ ആ ഒരു അദ്വൈത സിദ്ധാന്തം ഉള്ള ആളായിരുന്നു മുഹീദ്ദീൻ ശൈഖ് എന്നാണ് മുജാഹിദ് വിശ്വാസം എന്നാണ്. ഞങ്ങൾ യഥാർത്ഥ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ മാലയിൽ പരിചയപ്പെടുത്തുന്ന ഒരു ശൈഖുണ്ട്, അത് യഥാർത്ഥ ശൈഖ് അല്ല. യഥാർത്ഥ ശൈഖ് അദ്ദേഹത്തിന്റെ അൽ ഗുന്യയിലും അതുപോലെ ഫതുഹുൽ ഗൈബിലും അൽ ഫതുഹുർ റബ്ബാനിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, നിലപാടുകൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല മാലയിൽ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ അവർഷന്ത ബൈത്തിലും അതുപോലെ ബഹിജ കിതാബിലൊക്കെ പറയുന്ന ശൈഖിനെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. അന്ന് ആ കപ്പല് രക്ഷപ്പെട്ടത് എന്റെ ഉള്ളം കൈയിന്റെ പവർ കൊണ്ടാണ്. അന്നുണ്ടോ മൊയ്തീൻ ശൈഖ്? ഇല്ലല്ലോ. മാല പരിചയപ്പെടുത്തുകയാണ്. അന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് എറിയപ്പെട്ടു. ആ സമയത്ത് ഞാൻ ദ്വാരുന്നിട്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗം ഉണ്ടായി, അത് ഞാൻ ഇടപെട്ടിട്ടാണ് രോഗം മാറിയത്. ഇങ്ങനെ തുടങ്ങിയിട്ട് അന്നൊക്കെ ഉണ്ട്. ആ നിലക്ക് ഉള്ള ഒരു വിശ്വാസം മാല പരിചയപ്പെടുത്തുന്ന ആ ശൈഖിനെ പറ്റിയാണ് പറഞ്ഞത്. യഥാർത്ഥ ശൈഖ് നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങളും ബഹുമാനിക്കുന്നു, നിങ്ങളും ബഹുമാനിക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു. ശരി, ആ ശൈഖ് ജീലാനി അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് അസ്സുന്ന, എന്താണ് അൽ ജമാഅ? അദ്ദേഹം പറഞ്ഞത്, അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി പഠിപ്പിച്ചത്. വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിലെ അൽ ജമാഅ എന്ന് പറഞ്ഞാലോ
മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് തർക്കമില്ലാതെ ഏക അഭിപ്രായത്തിൽ ഏകോപിച്ചിട്ടുള്ള ആ നിലപാട്, അതിനാണ് അൽ ജമാഅ എന്ന് പറയാം. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ ജമാഅത്തു സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതാണ് അസ്സുന്ന, ഇതാണ് അൽ ജമാഅ. അതിന്റെ ആളുകൾ എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യം പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ രണ്ടു കൂട്ടരും ഞങ്ങൾ പറഞ്ഞ സുന്നത്ത് ജമാഅത്ത് ഞങ്ങളാണ്, മറ്റൊരു ഇതിപ്പോ എടേ കിടന്ന് എന്താ കാട്ടുക? അപ്പൊ എന്തതിന് അതിരെങ്ങനെ തീരുമാനിക്കാൻ മനസ്സിലാക്കിയാൽ മതിയല്ലോ. എന്താണ് സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കിയ പിന്നെ ഇതിന്റെ ആൾക്കാരെ തരം എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും മാർഗത്തിനാണ് അസ്സുന്ന വൽ ജമാഅ എന്ന് പറയുക. അപ്പൊ ദീനിയായി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അതാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി വിഭാഗങ്ങളായി ഭിന്നിച്ചു പോകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. അവയെല്ലാം, ആ വിഭാഗമെല്ലാം നരകത്തിലാകും ഒന്നൊഴികെ എന്ന് പറഞ്ഞു. അവര് സ്വഹാബത്തിനോടാ പറയുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ മാഹിയ യാ റസൂലല്ലാഹ്, റസൂലേ ആരാണ് ആ സ്വർഗത്തിൽ പോകുന്ന ഏക ടീം, ഏതാണ് ആ ഏക കക്ഷി എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിച്ചവർ സ്വർഗത്തിലാണ്. ഏതാണ് മാർഗം? ഞാനും എന്റെ സ്വഹാബത്തും. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം. സുന്നത്ത് ജമാഅത്ത് ബദർ റസൂൽ പറഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വഹാബത്തിന്റെ മാർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞതോ എന്റെ ഈ സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിച്ചോളൂ എന്നാണ്. ആ മാർഗം സ്വീകരിക്കണം എന്നാണ് പ്രിയ നാട്ടുകാരെ ഞങ്ങൾ പറഞ്ഞത്. അത് പറഞ്ഞ് ഞങ്ങൾ ഭീകരവാദികളാവുമോ? ISIS ശക്തമായി ആദർശപരമായി എതിർക്കണോല ഞങ്ങള്. എന്നിട്ട് ആൾക്കാരിടയിൽ ഞങ്ങളെ കേൾക്കാതിരിക്കാൻ വേണ്ടി ഉസ്താദുമാര് പറയുന്നത് പോലെ അതിന്റെ ആൾക്കാരാണ്. അതിനെ ആദർശപരമായി എതിർക്കുന്നവരാണ് ഞങ്ങൾ. സലഫി ലോകത്തെ പണ്ഡിതന്മാരുടെ ഫത്വകൾ പരിശോധിച്ചാൽ അവർ നടത്തുന്ന തിന്മകൾക്കെതിരെ അതിശക്തമായ നിലപാട്, തീവ്രവാദ നിലപാടിനെതിരെ ശക്തമായ ഫത്വകൾ സലഫി ലോകത്തുണ്ട്. ഞങ്ങൾ കേരള നേതൃത്വ മുജാഹിദും ശക്തമായി എതിർക്കുന്നു അതിനെ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാർഗം സ്വീകരിക്കണം എന്നാണ്. അപ്പൊ ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ തർക്കമുള്ള വിഷയം ഇതിലേക്ക് ഇട്ട് നോക്കുക. ഇതിലെന്താണ് റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ മാർഗം? എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. നബിദിനാഘോഷം എടുത്താലും അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്യലും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോണ വിഷയമാണെങ്കിലും അതുപോലെ അങ്ങനെ തുടങ്ങി നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന എടുത്താലും തറാവീന്റെ എണ്ണെടുത്താലും ഇങ്ങനെ ഏത് എടുത്തു നോക്കിയാലും എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, എന്താണ് സ്വഹാബത്തിന്റെ മാർഗം എന്ന് പരിശോധിച്ചാൽ കാര്യം വ്യക്തമാകും. ഞാൻ ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. മരിച്ചയിടത്ത് മഴ ഇടക്കിടക്ക് പെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. ഇതിന് തൊട്ടപ്പുറത്തൊക്കെ നല്ല മഴ ഈ അകം തന്നെ പെയ്തിട്ടുണ്ട്. അപ്പോ പെയ്യാണെങ്കിൽ ഉള്ള സൗകര്യത്തിന് കേൾക്കാൻ പറ്റുന്ന നിലക്ക് അവിടെ മാറി നിന്നാൽ മതി. വെറുതെ മഴ ഉള്ളാണ്ട് അസുഖം ഉണ്ടാക്കണ്ട എന്നുകൂടെ ഇടക്ക് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഴയെ കുറ്റപ്പെടുത്താനോ ചീത്ത പറയാനോ പാടില്ല എന്നുകൂടെ പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു തആല ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മരിച്ചയിടത്ത് എന്തെല്ലാം പരിപാടികൾ നടക്കുന്നു. ഒരാള്, മുജാഹിദ് അല്ലാത്ത ഒരാൾ മരിച്ചു. ആ വീട്ടില് അവിടെ മയ്യത്ത് ഇങ്ങനെ കിടത്തിയിട്ട് യാസീൻ മയ്യത്ത് എടുക്കുമ്പോൾ അൽ ഫാത്തിഹ,
മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഇതിങ്ങനെ കേൾക്കുന്ന ഒരാൾ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിൽ ഉണ്ട് എന്നാണ് അവരുടെ ധാരണ. ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാണ്, ആദർശാണ് എന്നാണ് അവരുടെ ധാരണ. എന്നാൽ എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് മനസ്സിലാക്കിയാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗമാണ് എന്ന് അറിഞ്ഞാൽ ഇനി എളുപ്പമാണ്. എന്ത്? ഇത് അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെ മാർഗത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ മതി. അങ്ങനെ മരിച്ചേർത്തൊരു ഖുർആൻ ഓത്തുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ മരിച്ചേർത്ത് ഖുർആൻ ഓതുന്നില്ല, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു ദിക്ർ ചൊല്ലുന്നില്ല, മിണ്ടാതെ കൊണ്ടുപോകണം ഞങ്ങൾ പറയുന്നു. എന്നാൽ മറുകക്ഷി നമ്മുടെ സഹോദരങ്ങൾ അവരെന്ത് ചെയ്യുന്നു? മരിച്ചെടുത്ത് യാസീൻ ഓതുന്നു, മയ്യത്തുള്ളവ ദിക്ർ ചൊല്ലുന്നു. ഇതിലേതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം? അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മാർഗ്ഗം എന്താണതിൽ? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. സൂറത്തുൻ നജ്മിലെ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഞാനിത് പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് കൃത്യമായി എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പറയാണ് ഈ ആയത്തിനെ വമിൻ ഹാദിഹിൽ ആയത്തി അൽ കരീമ ഇസ്തംബത്ത ശാഫിഈ വമൻ ഇത്തബഅഹു. ഇമാം ശാഫിഈ റഹിമഹുല്ലയും അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകളും തെളിവ് പിടിച്ചിട്ടുണ്ട് ഈ ആയത്തിൽ നിന്ന്. അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. ആ മയ്യത്തിന്റെ അരികില് ഖുർആൻ ഓതിയിട്ട്, അത് വീട്ടിൽ മയ്യത്ത് ഇങ്ങനെ കിടത്തിയിട്ടായാലും ശരി, മരിച്ച് മറവാടിയ ശേഷം ഖബറിങ്ങൾ എന്ന് കത്തപ്പുര കിട്ടിയോ കിട്ടാതെയോ ഇങ്ങനെയൊക്കെ ആയാലും ശരി, അങ്ങനെ നടത്തിയാൽ ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. അല്ലാഹുവേ, ഞാൻ ഈ ഓതിയതിന്റെ കൂലി ഈ മയ്യത്തിന് നീ നൽകണേ എന്ന് ദുആ ചെയ്ത് ഹദിയ ചെയ്താൽ മയ്യത്തിന് കിട്ടുമോ ഇല്ലയോ? ഇമാം ശാഫിഈയും അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകളും പറഞ്ഞത് കിട്ടുകയില്ല. അതിന് തെളിവെന്താണ്? ഈ ആയത്ത് വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്താണ്. ഇത് ഇബ്നു കസീർ പറയാണ് ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം. ഇത് അവർക്ക് കിട്ടൂല എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് അവരുടെ അമലിൽ പെട്ടതല്ല, ഇത് ആ ആളുകളുടെ അധ്വാനത്തിൽ പെട്ടതല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് വലിദാലിക ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാ. അങ്ങനെ മരിച്ചയിടത്തൊരു ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ കൂലി ഈ മയ്യത്തിന് കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത് ഹദിയ ചെയ്താൽ അത് ആ മയ്യത്തിന് കിട്ടൂല. കാരണം അവരുടെ അമലിൽപ്പെട്ടതല്ല. കിട്ടൂല എന്നതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചയിടത്തൊരു ഖുർആൻ പാരായണം ഓതൽ ആ ഖുർആൻ പാരായണം നടത്തൽ പുണ്യമായി പഠിപ്പിക്കാതിരുന്നത്. എന്തുകൊണ്ട്? കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചേർത്ത ഖുർആൻ ഓത്ത് പുണ്യമായി പഠിപ്പിച്ചിട്ടുണ്ടോ? യാസീൻ ഓത്ത് ഇല്ല. എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? കിട്ടൂല. വലാ ഹസ്സഹും അലൈഹി. അങ്ങനെ മരിച്ചേർത്ത ഖുർആൻ ഓതാൻ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചിട്ടില്ല. വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാ. വ്യക്തമായോ വ്യംഗ്യമായോ ഒരു ചെറിയ സൂചന പോലും മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടില്ല. ഒരു ചെറിയ നേരിയ സൂചന പോലും എന്തിനില്ല? മരിച്ചോടത്ത് യാസീൻ ഓതല്ല. ഇനി കഴിഞ്ഞില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബിയിൽ നിന്നും മരിച്ചെടുത്തൊരു ഖുർആൻ ഓതൽ അവരാരെങ്കിലും നടത്തിയത് ഒന്നുപോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. അങ്ങനെ മരിച്ചെടുത്തൊരു ഖുർആൻ പാരായണം നടത്തൽ പുണ്യമായിരുന്നുവെങ്കിൽ നമുക്ക് മുന്നേ അവർ ചെയ്യുമായിരുന്നല്ലോ, അവരാരും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് ഇബ്നു കസീർ പറയുന്നത്.
ഞാനത് പറഞ്ഞത്, ഞങ്ങൾ മരിച്ചെടുത്ത് ഖുർആനോത്ത് നടത്തുന്നില്ല, അപ്പുറത്തുള്ള സഹോദരങ്ങൾ നടത്തുന്നു. ഈ നടത്താത്തതിന്റെ പേരിൽ ഞങ്ങളെ പറ്റി പറയാണ് സുന്നത്ത് ഭാഗത്ത് പുറത്താണ് ഞങ്ങള്. നിങ്ങൾ ആലോചിക്കുക, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ മാർഗമല്ലേ സുന്നത്ത് ജമാഅത്ത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ആ മരിച്ചോടത്ത് യാസീനോത്ത് ഖുർആനോത്ത് ഉണ്ടോ ഇല്ലേ? ഇല്ല എന്നല്ലേ വ്യക്തമായത്. സ്വഹാബത്തിന്റെ മാർഗത്തിൽ ഇല്ല എന്നല്ലേ വ്യക്തമായത്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് ഇല്ല എന്നല്ലേ? അങ്ങനെ സുന്നത്ത് ജമാഅത്തിൽ ഇല്ലാത്തൊരു കാര്യം പിൽക്കാലത്ത് ഉണ്ടാക്കിയതല്ലേ അത്? ഇതാ പറഞ്ഞത്. ഇങ്ങനെ വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, അതിൽ ശ്രമം നടത്തിയാൽ അവിടെ ബോധ്യമാകും, കൂട്ടരെ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. അപ്പുറത്തുള്ള സഹോദരങ്ങൾ എന്തോ ഒരു ജമാഅത്താണ്, എന്തോ ഒരു ജമാഅത്ത്, പേര് മുസ്ലിം ജമാഅത്ത് നീക്കാരം, അങ്ങനെ എന്തോ ഒരു ജമാഅത്താണ് എന്നല്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയമല്ല. അതിന്റെ പേരിൽ ഇങ്ങനെ നടക്കുകയാണ്. ആണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെടുത്ത് ഖുർആൻ ഓതിയിട്ടില്ല, സ്വഹാബത്തും നടത്തിയിട്ടില്ല, ഇബ്നു കസീർ പറയുന്നു, എങ്കിൽ അത് നടത്താതിരിക്കുന്നത് ഞങ്ങളല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ? എന്നാലോ മയ്യത്ത് കുളിപ്പിക്കൽ സുന്നത്ത് ജമാഅത്തിലുണ്ട്, മയ്യത്ത് കഫൻ ചെയ്യൽ സുന്നത്ത് ജമാഅത്തിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അങ്ങനെ മയ്യത്ത് നിസ്കാരമുണ്ട്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾ എന്ത് ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തിൽ അത് ഇല്ല. ഇതാണ് വിഷയം. ഇതുപോലെ ഓരോ വിഷയങ്ങളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇനി മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റല്ലല്ലോ. ചില ആൾക്കാരെ പറയും, പഠിച്ചോനെ മയ്യത്ത് കൊണ്ടുപോവാണ്, മുജാഹിദ് എന്താ കൊണ്ടുപോകണം, മിണ്ടാതെ കൊണ്ടുപോവാണ്. നമ്മളോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ദലു ദിക്ർ. എന്നാൽ ഇമാം നബവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, വഅലം അന്ന സവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ. എന്താണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലണോ ചൊല്ലണ്ടേ? അദ്ദേഹം പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്ന സവാബൽ മുഖ്താർ, സെലക്റ്റഡായ, തെരഞ്ഞെടുക്കപ്പെടാവുന്ന ശരിയായ വീക്ഷണം ഈ വിഷയത്തിൽ എന്താണ്? മാകാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹും, സലഫു സ്വാലിഹീങ്ങളായിരുന്ന മാർഗമാണ്. സ്വഹാബത്തായ മാർഗം, താബീങ്ങളായ മാർഗം, താബിഈ താബീങ്ങളായ മാർഗം, ആ സലഫു സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. അതെന്താണ്? മയ്യത്തുണ്ടാവുമ്പോ അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലാണോ? അല്ല, അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസന്റെ കൂടെ പോകുമ്പോ സുകൂത്ത് പാലിക്കണം, മിണ്ടാതെയാണ് പോകേണ്ടത്. ഫലാ യുർഫഉ സൗതുൻ ബിദിക്രിൻ വലാ ഖിറാഅ വലാ ഗൈരി ദാലിക്. അതുകൊണ്ട് തന്നെ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ദിക്ർ ചൊല്ലിയിട്ട് ഖുർആൻ ഓതിയിട്ട് മറ്റെന്തെങ്കിലുമായിട്ട് ശബ്ദമുയർത്തപ്പെടാൻ പാടില്ല, മിണ്ടാതെയാണ് പോകേണ്ടത്. ഈ മയ്യത്തിന്റെ അവസ്ഥ ആലോചിച്ച് ബർസഖി ലോകത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടാണ് പോകേണ്ടത് എന്നാണ് നബവി പറയുന്നത്. മുജാഹിദുകൾ ഈ മാർഗം സ്വീകരിച്ചുകൊണ്ട്, സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് മിണ്ടാതെ മയ്യത്ത് കൊണ്ടുപോകും. എന്നാലോ ഞങ്ങളെ പറ്റി പറയും, കണ്ടോ സുന്നത്ത് ജമാഅത്ത് പുറത്താണ്. ഏതാ സുന്നത്ത് ജമാഅത്ത്? റസൂലുള്ളാഹി സഹാബത്തിന്റെ മാർഗല്ലേ? അതിലതില്ലല്ലോ. അങ്ങനെ മയ്യത്തുള്ള ഒരു സ്പെഷ്യൽ ദിക്ർ ചൊല്ലലില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ സുന്നത്ത് ജമാഅത്ത് എവിടെയാണ്, ആരാണ്, ഏതാണ് എന്നുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് ബോധ്യമാകും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനമായ കാര്യം ഈ വിഷയത്തിൽ, സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയമാണ്. ഇവിടെയും ഒരു സഹോദരൻ പ്രസംഗിച്ച കൂടുതൽ കാര്യമായി പറഞ്ഞൊരു സംഗതി അതാണ്. എന്താണ് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത്? അതിനെ സംബന്ധിച്ച് എന്താണ് ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞത്? 946 ആദ്യമായിട്ട് പെണ്ണ് പള്ളിയിൽ പോയത്. ഇവിടെ അതിന് മുമ്പ് ഇവിടെ പള്ളിയിൽ പോയിട്ടില്ല പെണ്ണുങ്ങൾ എന്നാണ്. അത് ഒതായിലാണ് ആദ്യമായിട്ട് പോയത്. പോണേനൊരു പുണ്യമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. വീടിന്റെ ഉള്ളിലാണ് അവർക്ക് ഉത്തമം, അവിടെയാണ് പോണ്ടത്, അവിടെ നിന്ന് നിസ്കരിക്കേണ്ടത് എന്നൊക്കെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിപ്പോ മുസ്ലിയാരെ അഭിപ്രായമാണ്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ? ഞങ്ങൾ പറഞ്ഞത് പെണ്ണിനെ നിർബന്ധിച്ച് പള്ളി കൊണ്ടുപോകണം എന്നല്ല. പെണ്ണ് പള്ളി വരികയാണോ തടയാൻ വകുപ്പില്ല. അവരാ ജമാഅത്തിൽ പങ്കെടുക്കുകയാണോ അവർക്കും കിട്ടും അതിന്റെ ആ ഫള്.
ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. നിർബന്ധിച്ചു കൊണ്ടുപോകണമെന്നല്ല, തടയാൻ വകുപ്പില്ല. എന്തുകൊണ്ട് തടയാൻ വകുപ്പില്ല? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാന്റെ ദാസികളെ, പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് മാതൃ നേതാവാണ് പറഞ്ഞത്. സുന്നത്ത് എന്താ? റസൂലുള്ളാഹി മാർഗാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തിൽ പെണ്ണിനെ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല എന്നാണ്. പിന്നെ എങ്ങനെ ഞങ്ങളെ പള്ളിയിൽ നിന്ന് തടയാം? ഇനി ഒതായിലാണ് ആദ്യം പോയത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒതായിയുടെ സ്ഥലം തന്നെ ഇവിടെ ജാതിക്കൊള്ളി, അവിടെ മുജാഹിദ് പള്ളിയും ജാതിക്കൊള്ളി. കേരളത്തിൽ ഇതുവരെ, ഇന്ന് വരെ, ഈ ദിവസം വരെ ഒരു പെണ്ണും പള്ളി പോയിട്ടില്ല എന്ന് കരുതോളി. ഈ തെളിവ് പെടില്ലേ? ഇന്ന് വരെ, ഇന്നത്തെ ദിവസം 2024 ഈ നവംബർ 8 ഇന്നത്തെ ഈ ദിവസം വരെ എന്തില്ല? ഒരു പെണ്ണും കേരളത്തിൽ പള്ളി പോയില്ല എന്ന് കരുതിക്കൊള്ളി എന്ന് വിചാരിക്കും. എന്നാൽ ഈ തെളിവില്ല. അത് നമ്മളെന്താ കാട്ടുക? അള്ളാന്റെ റസൂൽ സാസം തടയരുത് എന്നല്ലേ പറഞ്ഞത്? തടയാൻ പാടില്ല എന്ന് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നു. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. തീർന്നില്ല. ഭർത്താക്കന്മാരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅദനത് ഇംറഅതു അഹദികും ഇലൽ മസ്ജിദി ഫലാ യംനഉഹാ. ഭർത്താക്കന്മാരോട് പറയാണ്, നിങ്ങളോട് നിങ്ങളുടെ ഭാര്യമാരെ പള്ളിയിൽ പോട്ടെ എന്ന് സമ്മതം ചോദിച്ചാൽ തടയരുത്. സമ്മതമില്ലാതെ പോകാൻ പാടില്ല. സമ്മതമില്ലാതെ പോകാൻ പാടില്ല ഭാര്യ. അത് ശരിയാണ്. ഭർത്താക്കന്മാർ പറഞ്ഞു, നിങ്ങൾ സമ്മതം ചോദിച്ചാലോ കൊടുക്കും വേണം. നോക്കൂ, നിങ്ങൾ മാത്രമാണോ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുഅ്മിനാത്തുകളായ സ്ത്രീകൾ പള്ളിയിൽ വന്നു. മുഅ്മിനാത്തുകളായ സ്ത്രീകൾ പള്ളിയിൽ വന്നു. കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاة ولا يعرفهن احد من الغلس. ഇമാം ബുഖാരി ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു. എന്താണെന്നറിയോ? മുഅ്മിനാത്തുകളായ സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുത്തെ പള്ളിയിൽ, ഈ പുൽപ്പറമ്പിലെ പള്ളി പോലെയല്ല, ആ മദീനത്തെ പള്ളിയിൽ വരെ പള്ളിയിൽ വന്നു. ജമാഅത്തിന്, ഏത് ജമാഅത്തിന് അറിയോ? സുബ്ഹ് നമസ്കാരത്തിന് വരെ. സ്വലാത്തുൽ ഫജ്ർ മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന, അവിടെ ഇസ്ലാമികമായ വസ്ത്രവിധാനത്തോടെ അവർ വന്നു. എന്നിട്ടോ നിസ്കാരം നിർവഹിച്ചിട്ട് അവരെന്ത് ചെയ്യും? വീട്ടിലേക്ക് തിരിച്ചു പോകും. അവരെ ഇരുട്ട് കാരണം ആരാണ് പോണെന്നും കൂടി അറിയില്ല ആർക്കും. ആ അത്രയും ഇരുട്ട് വിടുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇത് ഒതായി പള്ളിയിലല്ല. ഒതായി പള്ളിയത്തെ കഥല്ല ഈ പറഞ്ഞത്. ഏതാ പള്ളി? അൽ മസ്ജിദുൻ നബവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി. അപ്പള്ളിയിൽ ആരാ പറഞ്ഞത്? ഇമാം ബുഖാരി ഉദ്ധരിച്ചു, മുസ്ലിം ഉദ്ധരിച്ചു. നിങ്ങൾ ആലോചിക്ക്, സുന്നത്ത് ജമാഅത്ത് നിലപാട് ഇവിടെ തടയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബ വനിതകൾ അല്ലേ ജമാഅത്തിന്റെ ഭാഗമാണ്. വൽ ജമാഅ സുന്നത്ത് ജമാഅത്തിന്റെ ജമാഅത്തിന്റെ ഭാഗമാണ് സ്വഹാബ വനിതകൾ. അവർ പള്ളി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തടയരുത് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അവിടുത്തെ പള്ളിയില് സ്ത്രീകൾ പോയി. അന്നത്തെ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ പോയി. സുന്നത്ത് മാത നിലപാടെന്താ? പെണ്ണ് പള്ളി പോകാനോ പോകാൻ പറ്റൂലാന്നോ? നിർബന്ധിച്ചു കൊണ്ടുപോയിട്ടില്ല. അന്നും ഞങ്ങളും പറയുന്നില്ല നിർബന്ധിച്ചു കൊണ്ടുപോകണമെന്ന്. വരുന്നുവെങ്കിൽ തടയാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, പ്രിയമുള്ള സഹോദരങ്ങളെ. ഇനി മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയോ? ഈ ഹദീസ് മനസ്സിലാക്കാം. എന്താണ്? ഫീഹി വഫിൽ ഹദീസി, ഈ ഹദീസ് മനസ്സിലാക്കാം. ഇസ്തിഹ്ബാബുൽ മുബാദറതി ബിസ്വലാത്തി സുബ്ഹി ഫി അവ്വലിൽ വഖ്തി. ശരിക്ക് ശ്രദ്ധിച്ചോളൂ. ഒതായി പള്ളിന്റെ കഥല്ല ഈ പറഞ്ഞത്. കേരളത്തിലൊരു പള്ളിന്റെ കഥല്ല ഈ പറഞ്ഞത്.
എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അന്നത്തെ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമല്ല, അവിടുത്തെ ഇമാമായി സ്വീകരിച്ച് അവിടുത്തെ പിന്നിൽ നിസ്കരിച്ച കഥയാണ് ഈ പറഞ്ഞത്. അങ്ങനെ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, ഈ ഹദീസ് മനസ്സിലാക്കാം, ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹി ഫി അവ്വലിൽ വഖ്തി, സുബ്ഹ് അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കണം എന്ന് ഈ ഹദീസിലുണ്ട്. ഇനി കേട്ടോളൂ, ഈ ഹദീസിലുണ്ട് വജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദി ലിശുഹൂദിസ് സ്വലാ ഫിൽ ലൈൽ. ശ്രദ്ധിച്ചോളൂ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് മാത്രം ഒരു ഫത്ഹുൽ ബാരി ഇല്ല, ഞങ്ങൾക്ക് മാത്രം ഒരു ഇബ്നു ഹജർ അസ്ഖലാനി ഇല്ല. ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്നതും ഇവിടെ ദർസിൽ പഠിപ്പിക്കുന്നതും ഒരേ ഫത്ഹുൽ ബാരിയാണ്. എന്താ പറഞ്ഞത്? അതിൽ കാണും വജവാസു ഖുറൂജിൻ നിസാഇ, സ്ത്രീകൾ പുറപ്പെടൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിലുണ്ട്. എങ്ങോട്ട്? ഇലൽ മസാജിദി, പള്ളികളിലേക്ക്. പള്ളികളിലേക്ക് ഒതായി പള്ളിക്ക് മാത്രമാണോ? അല്ല, എല്ലാ പള്ളിക്കും പള്ളിയിലേക്ക് പോകൽ ലിശുഹൂദിസ് സ്വലാ ഫിൽ ലൈൽ, രാത്രിയിൽ അഥവാ ഇരുട്ടുള്ള സമയമാണല്ലോ, ആ ഇരുട്ടുള്ള സമയത്ത് ജമാഅത്തിൽ ലിശുഹൂദിസ് സ്വലാ, വെറുതെ പള്ളിക്ക് ഇങ്ങനെ പോയപ്പോ പള്ളിക്ക് എത്തിപ്പെട്ടതല്ല, ലിശുഹൂദിസ് സ്വലാ, നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വീട്ടിന്ന് പള്ളിയിലേക്ക് പുറപ്പെടൽ അനുവദനീയമാണ്. ഈ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമം എന്ന് മുസ്ലിയാരിവിടെ പറഞ്ഞ സംഗതി ഈ സ്വഹാബ വനിതകൾക്ക് മനസ്സിലായില്ല അല്ലേ? പുണ്യല്ല നിങ്ങൾ പറഞ്ഞ സംഗതി അവർക്ക് മനസ്സിലായില്ല അല്ലേ? ആ നേരത്തോലെ എണീറ്റ് പള്ളി പോവോ? പുണ്യമില്ലെങ്കില് നിങ്ങൾ ആലോചിക്ക് പ്രിയമുള്ളവരെ. എന്നിട്ട് പോകൽ അനുവദനീയമാണ്. അദ്ദേഹം പറയാണ് വയുഖദു മിൻഹു ജവാസുഹു ഫിന്നഹാർ മിൻ ബാബിൻ ഔലാ, ഇനി രാത്രി പോകാമെങ്കിൽ പകൽ എന്തായാലും പോകാം. കാരണം ഈ എന്തെങ്കിലും പ്രയാസം പ്രശ്നമൊക്കെ കൂടുതൽ സാധ്യത രാത്രിയിലാണല്ലോ. ആ സമയത്ത് പോകാമെങ്കിൽ പകൽ എന്തായാലും പോകാം. അദ്ദേഹം പറയുന്നുണ്ട് അത് അവരിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഫിത്ന ഇല്ല എന്നുള്ളപ്പോഴാണ്. ചിലപ്പോ അയിമ്പലാണ് പിടിക്കും, ആ ഫിത്നന്റെ കാലാണ്. ഓഹോ, ഫിത്നന്റെ കാലാണെങ്കിൽ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലല്ലേ അവിടെ? ആരെങ്കിലും എഴുതിക്കല്ലോ ക്ലോസ്, ഫിത്ന ഇല്ലെങ്കിൽ മാത്രം. വയലിന് പോണതും അങ്ങനെ തന്നല്ലേ, ഖുർആൻ ക്ലാസ്സിനോട് അങ്ങനെ തന്നല്ലേ, കല്യാണത്തിനും തക്കാരത്തിനും ഒക്കെ അങ്ങനെ തന്നല്ലേ. ഫിത്നണ്ടെങ്കിൽ പറ്റോ? ഇല്ല. അപ്പൊ ഇവിടെ ഒക്കെ പോകണ്ട് ഫിത്നല്ല എങ്കിൽ ആ കണ്ടീഷനോടെ പള്ളിയിലും വരാം. യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലത്ത് പെണ്ണിന് വരാമെങ്കിൽ ഫിത്നല്ലെങ്കിൽ, പള്ളിയിൽ ഫിത്നല്ലെങ്കിൽ അവിടെയും പോയിക്കൂടെ? ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങൾക്ക് പള്ളി തടയാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്വഹാബ വനിതകളോ അവര് പള്ളി പോയും ചെയ്തു. സുന്നത്തെ മാത്ത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗമാണ്, സ്വഹാബത്തിന്റെ മാർഗമാണ്. ആ മാർഗത്തിൽ എന്തുണ്ട്? പെണ്ണ് പള്ളി പോകല് ഉണ്ട്. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കി തടയാൻ പറ്റൂലേ? തടയാൻ പറ്റൂലേ? തടയാൻ പറ്റൂല, തടയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇതാണ് വിഷയം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ എന്ന ആയത്തുണ്ട്. സാധാരണ ചില ഉസ്താദുമാര് ഹിജാബിന്റെ ആയത്ത് എന്ന് പറഞ്ഞ ആയത്താണ്. ഹിജാബിന്റെ ആയത്ത് അതല്ല. ആ ആയത്ത് പറഞ്ഞുകൊണ്ട് പറയാറുണ്ട് എന്ത്? ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടെ പെണ്ണ് പള്ളി പോൽ നിർത്തി എന്നാണ്. ശരീഅത്ത് അത് അവസാനിപ്പിച്ചു എന്നാണ്. ഇല്ല, അതിലെന്താണ്? ജാഹിലിയ കാലഘട്ടത്തിൽ അഴിഞ്ഞാടിയതുപോലെ സ്ത്രീകൾ അഴിഞ്ഞാടരുത് എന്നാ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇബ്നു കസീർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് വഖർന ഫീ ബുയൂതികുന്ന എന്ന് പറഞ്ഞാൽ ഐ ഇൽസംന, വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. ഫലാ തഖ്റുജ്ന ലിഗൈരി ഹാജ, ആവശ്യത്തിനല്ലാതെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണ്. വമിനൽ ഹവായിജി ശർഇയ്യ അസ്സലാത്തു ഫിൽ മസ്ജിദി ബിശർതിഹി, പെണ്ണിന്റെ ശർഈയായ ആവശ്യത്തിൽപ്പെട്ടതാണ് പള്ളി പോയുള്ള നിസ്കാരം.
അതിന്റെ ഷർത്ത് പാലിച്ചുകൊണ്ട്, ആണുങ്ങൾ ഷർത്ത് പാലിക്കണം, പെണ്ണുങ്ങൾ ഷർത്തും പാലിക്കണല്ലോ. അപ്പോ ആ ഷർത്ത് പാലിച്ചുകൊണ്ട് പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ള പെണ്ണിന്റെ ശരഈയായ ആവശ്യമാണ്. ആവശ്യത്തിനില്ലാതെ പോകരുത് എന്ന് പറയുന്ന രണ്ടു കൂട്ടി വായിച്ചാല് പള്ളിയിൽ പോകാൻ പറ്റുന്നോ പറ്റൂല. ആവശ്യത്തിന് പോകാൻ പരിയുന്നത്, ആ ആവശ്യത്തിന് പെട്ടാണെന്ത് പള്ളിയിൽ പോയി നിസ്കാരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടരെ, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ഒതായിക്ക് മാത്രമല്ല, എല്ലായിടത്തും കഥ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇനി ഒതായി നാടൻ ഇവിടെ ഇല്ലെങ്കിലും ഈ സംഗതി ഇവിടെ ഇല്ല, തെളിവ് ഇവിടെ ഇല്ലേ, ഇത് മനസ്സിലാക്കി. ഇനി മറ്റൊരു സംഗതി ഈ ജുമുഅയാണ്. ജുമുഅ പെണ്ണിന് ജുമുഅക്ക് വരാൻ പറ്റുമോ? വരാം. നിർബന്ധമുണ്ടോ? ഇല്ല. നിർബന്ധമുള്ള ടീമെന്ന് ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട്. സ്ത്രീകൾ ഒഴിവാക്കിയിട്ടുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, രോഗികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആണുങ്ങൾക്ക് ജുമുഅ നിർബന്ധമാണ്, പക്ഷെ രോഗിയാണ് അല്ലെങ്കിൽ യാത്രക്കാരനാണ്, ജുമുഅ നിർബന്ധമുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതൽ ജുമുഅത മിനർ റിജാലി വൻ നിസാഇ ഫൽയഗ്തസിൽ വമൻ ലം യഅതിഹാ ഫലൈസ അലൈഹി ഗുസ്ൽ. എന്താ പറയുന്നറിയോ? ആണാകട്ടെ പെണ്ണാകട്ടെ ജുമുഅക്ക് വരുന്നെങ്കിൽ ആ വ്യക്തി കുളിക്കണം. അതായത് ജുമുഅക്കുള്ള ഒരു പ്രത്യേക സുന്നത്തായ കുളിയുണ്ട്. അത് കുളിച്ചുകൊണ്ടാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജുമുഅക്ക് പോകുമ്പോ പോകേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, പെണ്ണ് പള്ളി പോലെ ഹെറാം ആണ്. നമ്മുടെ ഉസ്താദുമാര് ഇവിടെ ഹെറാം എന്നാണ് പറഞ്ഞിട്ടില്ല. മുമ്പര് അതുപോലെ പുണ്യല്ല, എന്നാലും നല്ല മാറ്റാണ്. പുണ്യല്ല അല്ലെങ്കിൽ നല്ല മാറ്റം ഉണ്ട്. ഇപ്പൊ ഞാൻ ഇൻഷാല്ലാഹ് വരാം. മുദബ്ബിറുൽ ആലം, അതുപോലെ ഖുതുബുൽ ആലം, പിന്നെ കറാമത്തിന്റെ കഥ ഞാൻ സമയത്തനുസരിച്ച് വരാം. നല്ല മാറ്റം ഉണ്ടായിക്കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഹെറാം എന്ന് ഇവിടെ പറഞ്ഞില്ല. കാന്തപുര അബൂബക്കർ മുസ്ലിയാർ മൂപ്പർ പുസ്തകത്തിൽ പറയുന്നത് ഹെറാമാണ്. ആ ധൈര്യം ശിഷ്യനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പുണ്യല്ല അവിടെ എത്തിയല്ലോ, പുണ്യല്ലെങ്കിൽ പോകാന്നുള്ളടത്തെത്തിയല്ലോ. മെച്ചുണ്ട്, വളർച്ചന്നെയാണ്, പുരോഗതിയാണ്. ഞങ്ങൾ പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അതൽ ജുമുഅത മിനർ റിജാലി വൻ നിസാഇ ഫൽയഗ്തസിൽ. ആണോ പെണ്ണോ ആകട്ടെ ജുമുഅക്ക് വരുന്നെങ്കിൽ ആ വ്യക്തി കുളിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ വരൽ ഹറാമാണ്, നിഷിദ്ധമായ കാര്യമാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചു വരണം എന്ന് പറയോ? അപ്പൊ ഇത് ഹറാമല്ല, വരാം. ഇനി ഹറാമാക്കിയ ഒരു സംഗതിക്ക് വേറെ അതിന്റെ മസ്അല പറയോ? അപ്പൊ കള്ളു കുടിക്കല് ഹറാമാണല്ലോ. പക്ഷെ അഥവാ ഒരാൾ കുടിക്കുകയാണെങ്കിൽ ബിസ്മില്ലി കുടിക്കണം എന്ന് മസ്അല പറയോ? കുടിക്കാൻ പാടില്ല. പക്ഷെ ഒരാൾ കുടിക്കുകയാണ് എങ്കിൽ ബിസ്മില്ലി കുടിക്കണം, ഇരുന്ന് കുടിക്കണം. ഒന്നായിട്ടാണ് കൗത്തരുത്. ഇറക്കിറക്കായി ആ സുന്നത്തെ അങ്ങനെ പറയോ? ഇല്ല, അത് ഹറാമാ. എന്ന മാതിരി പെണ്ണ് പള്ളി പോലെ ഹറാമാണെങ്കിൽ കുളിച്ചു പോണം, അതുപോലെ സുഗന്ധം പൂശാതെ പോണം എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയോ കൂട്ടരെ? ഇല്ല. അപ്പൊ ഈ കാര്യം നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഞാനൊരു ഭാഗം നിങ്ങളെ ശറഹുൽ മുഹദ്ദബിലെ നവവിയുടെ ഒരു ഇബാറത്ത് കേൾപ്പിക്കാം. എന്താണെന്നറിയാം? അദ്ദേഹം പറയാണ്, വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ. ഇബ്നുൽ മുൻദിറും വേറെയുള്ള പണ്ഡിതന്മാരും ഇജ്മാഇനെ, പണ്ഡിതന്മാരുടെ ഏകോപനമുണ്ട് എന്ന് പറയുന്നു. എന്തിന്? അലാ അന്നഹാ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസ. ഒരു പെണ്ണ് പള്ളിയിലേക്ക് വരുന്നു, ജുമുഅയിൽ പങ്കെടുക്കുന്നു, ജുമുഅ നിസ്കരിക്കുന്നു, ജാസ, അത് അനുവദനീയമാണ്. അത് അനുവദനീയാണ്, വരാം. അതിന് വരേണ്ട ഹുക്മതാണ്. വന്നാലോ? ആ വന്നാൽ ഇനിയിപ്പോ ചില ആൾക്കാർ പറയും, ഇനി വന്നാല് പെണ്ണിന് ജുമുഅ നിർബന്ധമില്ല നിങ്ങൾ പറയല്ലോ. എന്നാ ലൊഹുറുകൾക്ക് നിർബന്ധമല്ലേ? നിർബന്ധമല്ലാത്ത ജുമുഅ കൊണ്ട് നിർബന്ധമായ ലൊഹുർ എങ്ങനെ വീടാ? എന്ത് വർത്താനാ? എന്താ മസാല ചോദിക്കും. നമ്മൾ ആണുങ്ങളെ കഥ എന്താ? ഒരു യാത്രക്കാരനായ പുരുഷൻ അല്ലെങ്കിൽ രോഗിയായ പുരുഷൻ ജുമുഅ നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ അയാൾക്ക് ഒരു ജുമുഅയിൽ പങ്കെടുക്കാൻ സൗകര്യം കിട്ടി, അയാൾ ജുമുഅയിൽ പങ്കെടുക്കുന്നു. രോഗിയായ പിതാവ് വീട്ടിൽ നിന്ന് മക്കളോട് പറഞ്ഞു, മക്കളെ ഈ ആഴ്ച വെള്ളിയാഴ്ച ഒന്ന് ജുമുഅക്ക് കൊണ്ടുപോയി, എന്റെ ആഗ്രഹമാണ്, ഒരു പൂതിയാണ്. അങ്ങനെ മക്കൾ സന്തോഷത്തോടെ പള്ളി എത്തിച്ചു, ജുമുഅ നിസ്കരിച്ചു. അയാൾ തിരിച്ചു വന്നിട്ട് ലോഹർ നിസ്കരിക്കണോ?
വേണ്ട. അയാൾക്ക് ജുമാ നിർബന്ധം ഉണ്ടായിനോ? ഇല്ല. ളുഹർ നിർബന്ധമല്ലോ? ആണ്. ആ നിർബന്ധമല്ലാത്ത ജുമയോട് നിർബന്ധമായ ളുഹർ വീഡിയോ പെണ്ണുങ്ങൾക്ക് എന്തല്ല നിർബന്ധമല്ല. ഇനി അവര് ജുമയ്ക്ക് വന്നു, ഇനി വേറെ ദൂരസ്കരിക്കണം, വേണ്ട, അത് മതി, നിർബന്ധമല്ലാന്നേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ മസല. എന്നിട്ട് ഇദ്ദേഹം പറയാണ് എന്ത്? പിന്നെ അലാ അന്നഹാ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസ. ശേഷം പറയാണ് വഖദ് സബതത്തിൽ അഹാദീസുസ് സ്വഹീഹത്തുൽ മുസ്തഫീല അന്നൻ നിസാഅ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി ഖൽഫർ റിജാൽ. ശർഹുൽ മുഹദ്ദബിൽ പറയാണ് എന്ത്? വഖദ് സബതത്തിൽ അഹാദീസുസ് സ്വഹീഹത്തുൽ മുസ്തഫീല. വഖദ് സബതത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അൽ അഹാദീസു ഹദീസുകൾ അസ്സഹീഹത്തു സ്വഹീഹായ ഹദീസുകൾ അൽ മുസ്തഫീല ഒഴുകി വരുന്ന ധാരാളക്കണക്കിന് എമ്പാടും ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്തിനെന്നറിയോ? പെണ്ണ് പള്ളിയിൽ പോകാൻ ഹറാമാണ് എന്നുള്ളതിനല്ല, പെണ്ണിനെ പള്ളിയിൽ നിന്ന് തടയണം എന്നുള്ളതിനല്ല. അന്നൻ നിസാഅ സ്ത്രീകൾ കുന്ന യുസല്ലീന നമസ്കരിക്കാറുണ്ടായിരുന്നു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ. ഒതായി പള്ളിയല്ലല്ലോ, റസൂലുള്ളാഹിയുടെ പിന്നിൽ. ഫീ മസ്ജിദിഹി, ഏത് പള്ളി? റസൂലുള്ളാഹിയുടെ പള്ളിയിൽ, റസൂൽ നബവിയിൽ. ഖൽഫർ റിജാൽ, പരപുരുഷന്മാരെ വേക്കല്. ഇനിയിപ്പോ ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടി? ഇതാ കൂട്ടരെ തെളിവ് കിടക്കുന്നത്. ഇങ്ങനെയാ പണ്ഡിതന്മാർ പറഞ്ഞത്. നിങ്ങൾ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരെന്നെ. ഞങ്ങൾ പറഞ്ഞത് പെണ്ണ് പള്ളി വന്നോട്ടെ, തടയണ്ട, തടയാൻ വകുപ്പില്ല. ഇനി ഇഅ്തികാഫിന് വരെ സ്ത്രീകൾ വന്നു റസൂലുള്ളാഹിയുടെ കാലത്ത്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുൾപ്പെടെ. ഈ പറഞ്ഞ കുന്ന നിസാഉൽ മുഅ്മിനാത്തി എന്ന ഹദീസിൽ തന്നെ റസൂലുള്ളാഹിയുടെ കാലത്തെ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ പള്ളി വന്നു എന്ന് പറയുമ്പോ അതിന് ഭാര്യമാർ ഒഴിവാണെന്ന് കിട്ടിയോ? കിട്ടുവോ? ഇല്ല. ഇനി നമ്മൾ മനസ്സിലാക്കുക, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഉൾപ്പെടെ എന്ത് ചെയ്തു? ഇഅ്തികാഫിരുന്നു. റമളാനിലെ അവസാനത്തെ 10 ദിവസം, ഒരു 10 ദിവസം ഇഅ്തികാഫിരിക്കുമ്പോ എന്താണ് അവിടെ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കാതെ 10 ദിവസത്തിൽ ഒരു ദിവസം എന്തായാലും ജുമാ വെള്ളിയാഴ്ച ഉണ്ടാവുമല്ലോ, അതിൽ പങ്കെടുക്കാതെ ആ നേരത്തെ അവർ പുറത്തിറങ്ങിപ്പോയോ? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10-ൽ റസൂലുള്ളാഹി ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഇനി കേട്ടോളി, സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ഇഅ്തികാഫിരുന്നു. ഇവിടെ മുസ്ലിയാർ പറഞ്ഞു, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിയുടെ ഭാര്യമാർ ആരെങ്കിലും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പോയതായിട്ട് എനിക്കറിയില്ല. ഇമാം ഷാഫി പറഞ്ഞു. ഇത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അപ്പൊ ഇമാം ഷാഫിക്ക് വിവരമില്ലേ? ഞാൻ ഇമാം ഷാഫിനെ മോശാക്കല്ല, ഒരു ചെറിയ സംഗതി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സുബഹിന്റെ ബാങ്കിൽ മുജാഹിദ് പള്ളിയിലും അല്ലാത്ത പള്ളിയിലും എല്ലാ പള്ളിയിലും സുബഹിന്റെ ബാങ്കിൽ മറ്റു ബാങ്കിൽ പറയാത്ത ഒരു പ്രത്യേക വാചകം. എന്താ? അസ്വലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരാണ് ഉറക്കിനെക്കാളും നല്ല കിട്ടോ. ഒരു അലാം, ഒന്ന് ഉണർത്തുകയാണ്, തംബീഹാണ്, ഉണർത്തുകയാണ്. ഇതിന് തസ്വീബ് എന്നാണ് അറബി പറയാ. തസ്വീബ്, അതിന് ഹദീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാരും പള്ളിയിൽ അത് പറയുന്നുണ്ട് സുബഹിന്റെ ബാങ്കിൽ. നിങ്ങൾക്കറിയോ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞെന്താ? ഞാൻ ഇമാം ഷാഫി മോശാക്കല്ല, അദ്ദേഹം മനുഷ്യനല്ലേ. അദ്ദേഹം പറഞ്ഞെന്താ? ശരിക്കും കേട്ടോ, വല്ല മുതഅല്ലിമീങ്ങളും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സദസ്സിൽ വരാതെ ശബ്ദപരിധി കേൾക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് കാതോർത്തോളി. കിതാബുൽ ഉമ്മ ഇമാം ഷാഫിയുടെ കിതാബ റഹിമഹുല്ലാഹ്. അദ്ദേഹം അതിൽ പറഞ്ഞെന്താണെന്നറിയോ? ലാ ഉഹിബ്ബു തസ്വീബ ഫീ അദാനി സുബ്ഹി വലാ ഫീ ഗൈരിഹാ. സുബ്ഹ് നിസ്കാരത്തിന്റെ ബാങ്കിലോ വേറെ ഏതെങ്കിലും നിസ്കാരത്തിന്റെ ബാങ്കിലോ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ആർക്ക്? ഇമാം ഷാഫി റഹിമഹുല്ലാഹ്.
ആ ഇഷ്ടമില്ലാത്ത പണിയാണ് ഇനിയിപ്പോ നാളെ സുബഹിക്ക് നമ്മുടെ നാട്ടിലൊക്കെ നടക്കാൻ പോകണം. ആർക്കും ഇഷ്ടമില്ലാത്ത? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അല്ലേ? അദ്ദേഹത്തെ മോശാക്കല്ല. ഇനി മറ്റൊന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ മുസ്ലിം പറഞ്ഞു 2 ബാങ്ക് ഉസ്മാൻ റളിയല്ലാഹു കാലത്ത് ജുമാക്ക് 2 ബാങ്ക് ഉണ്ടാക്കി. അതുവരെ ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു കാലത്ത് 2 ബാങ്ക് ഉണ്ടാക്കി. പിന്നെ അങ്ങനെ അങ്ങ് സ്ഥിരപ്പെട്ടു വന്നു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഉണ്ടാക്കിയ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പള്ളി നിങ്ങൾ കൊടുക്കുന്ന മാതിരി ബാങ്ക് അല്ല അത്. അങ്ങാടിയിൽ സൗറ എന്ന് പറഞ്ഞ ഉയർന്ന സ്ഥലത്ത് ആൾക്കാരൊക്കെ കൂടിയപ്പോഴേ ആൾക്കാരെന്ന് അറിയിക്കാൻ ജുമാന്റെ നേരായിക്കൊണ്ടവേ പള്ളിക്ക് വിട്ടോളി എന്ന് പല സോയിലുള്ള ആൾക്കാരെ അറിയിക്കാനുള്ളൊരു പരിപാടിയായിരുന്നു. അതിൽ ബാങ്കിന്റെ പദം ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ ശരഈയായ നിലക്കുള്ള സംഗതി അല്ലത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തന്നെ തന്റെ ഉമ്മിൽ പറയുന്നുണ്ട്, ഈ ബാങ്ക് ഉണ്ടാക്കിയത് ആര് എന്നൊരു ചർച്ചയുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു ആണോ മുആവിയ റളിയല്ലാഹു ആണോ എന്നൊരു ചർച്ചയുണ്ട്. അത് വെച്ചിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ്, വഅയ്യുഹുമാ കാന, രണ്ടിൽ ആരാണെങ്കിലും ശരി, ഫൽ അംറുല്ലദീ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള ഒറ്റ ബാങ്കുണ്ടല്ലോ അതാണ് എനിക്ക് ഇഷ്ടം. ആർക്ക്? ഇമാം ഷാഫി. നിങ്ങൾക്കോ? ഷാഫിയാക്കൾ എന്നല്ലേ പറഞ്ഞേ? സംഗതി ആരാ പറയും? മാഫിയാക്കളാണ്, ഒന്നുമില്ലാത്തവരാണ്. ഇത് ഷാഫി, ഇമാം ഷാഫി എന്താ പറഞ്ഞത്? റഹ്മത്തുള്ളാഹി എന്താ പറഞ്ഞത്? എനിക്ക് ഇഷ്ടം ഒറ്റ ബാങ്കാണ്. ഏത്? റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ഒറ്റ ബാങ്കാണ് ഞങ്ങൾക്ക് ഇഷ്ടതാണ്. മറ്റേതോ മറ്റാ നിലയ്ക്ക് ശരഈയായ ഒരു സുന്നത്താക്കി പഠിപ്പിച്ച ബാങ്ക് അല്ലത്. അത് അവരാ ആ കാലത്ത് അന്ന് ടൈം അറിയിക്കാനുള്ള സംവിധാനമാണ്. അതാ സംഗതി. അതുകൊണ്ട് സൗറ എന്ന സ്ഥലത്ത് കൊടുത്ത് പള്ളിയൊന്നും അല്ല കൊടുത്തത്. അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് കാര്യങ്ങൾ തെളിവ്. ബുഖാരിയിലുണ്ട്, ഇവിടെ മുസ്ലിമിലുണ്ട്, ഇവിടെ. അപ്പൊ ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ റസൂലുള്ളാഹിയുടെ ഭാര്യമാർ ഇഅ്തികാഫിരുന്നില്ലേ? ഇരുന്നു എന്ന് മാത്രല്ല, ഇനി ചിലപ്പോ ചിലർ പറയും അതൊക്കെ വീട്ടിലെ പള്ളിയിലാണ്. വീട്ടിലെ പള്ളി ഇഅ്തികാഫിരുന്ന ശരിയാവോ? ഇല്ല. കേട്ടോളി. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നവവി അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഹദീസിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത് വഫി ഹാദിഹിൽ അഹാദീസ്, ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ട് നബി പറയാണ്, ഈ ഹദീസുകളുണ്ട്, അന്നൽ ഇഅ്തികാഫ ലാ യസിഹു ഇല്ലാ ഫിൽ മസ്ജിദി. ശ്രദ്ധിച്ചോളി, ഇഅ്തികാഫ് പള്ളിയിലല്ലാതെ ശരിയാകൂല. പള്ളിയിലല്ലാതെ ഇഅ്തികാഫ് ശരിയാവൂല. ലി അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം وأزواجه وأصحابه إنما اعتكفوا في المسجد مع المشقة في ملازمته. എന്താണ് കാരണം? പള്ളിയിലല്ലാതെ ഇഅ്തികാഫ് ശരിയാവില്ല. വീട്ടിലിരുന്നാ പറ്റൂല, വീട്ടിൽ നിസ്കരിക്കാൻ സൗകര്യം ചെയ്ത സ്ഥലത്ത് പറ്റൂല, വീട്ടിൽ പറ്റൂല. അതും വീടന്നേ ഉള്ളൂ, വീട്ടിൽ പറ്റൂല, പള്ളിയിലേ പറ്റുള്ളൂ. എന്താ കാരണം? ലിഅന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വഅസ്വാജഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരും ഇന്നമാ ഇഅ്തകഫു ഫിൽ മസ്ജിദി, അവർ പള്ളിയിൽ മാത്രം, മാത്രമാണ് ഇഅ്തികാഫിരുന്നത്. മഅൽ മശഖ്ഖത്തി ഫീ മുലാസമതിഹി, ആ പള്ളി തന്നെ ഇഅ്തികാഫ് ചടഞ്ഞിരിക്കണല്ലോ, ചടഞ്ഞുകൂടെ പോകാതിരിക്കണല്ലോ. അങ്ങനെ ഇരിക്കുക എന്നുള്ളത് പ്രയാസമായിട്ട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നത് എവിടെ? പള്ളിയിലാണ്. അവിടുത്തെ ഭാര്യമാരെ ഇഅ്തികാഫിരുന്നത് എവിടെ? പള്ളിയിലാണ്. അവിടുത്തെ സ്വഹാബത്തെ ഇഅ്തികാഫിരുന്നത് എവിടെ? പള്ളിയിലാണ്. ഇമാം ഷാഫി പറയാണ് എനിക്കറിയില്ല. ഇമാം നവവി പറയാണ് പള്ളിയിൽ ഇരുന്നിക്കണ്. നിങ്ങൾ തീരുമാനിച്ചോളി. അസ്വലാത്തു ഖൈറുൻ മിനൽ വിഷയമാര് മനസ്സിലായിക്കോളി, ശരിക്കും മനസ്സിലായിക്കോളി. ഇമാം ഷാഫിയെ കുറ്റപ്പെടുത്തല്ല. അസ്വലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് പറയൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഹദീസിൽ ഉണ്ടായിട്ടും, ഹദീസിലുണ്ട്. ഇമാം ഷാഫി പറയാണ് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് നമ്മളത് ഒഴിവാക്കിയില്ലേ? ഞങ്ങളും ഒഴിവാക്കിയില്ല അഭിപ്രായം. എന്നിട്ട് നമ്മളെല്ലാരും പള്ളിയിൽ കൊടുക്കണില്ലേ? അതേമാതിരി കൊടുത്താളി. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫലൗ ജാസ ഫിൽ ബൈതി, വീട്ടിലെങ്ങാനും ഇഅ്തികാഫ് അനുവദനീയമായിരുന്നുവെങ്കിൽ ലഫഅലൂഹു വലൗ മറ, ഒരിക്കലെങ്കിലും അവർ ചെയ്യുമായിരുന്നു. ഒരിക്കലെങ്കിലും ചെയ്യുമായിരുന്നു. ലാ സിയ്യമൻ നിസാ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, ലിഅന്ന ഹാജതഹുന്ന ഇലൈഹി ഫിൽ ബുയൂതി അക്തർ, കാരണം അവർക്ക് കൂടുതൽ ആവശ്യം വീട്ടിലാണല്ലോ.
ആ വീട്ടിലാണ് കൂടുതൽ പെണ്ണേക്ക് ആവശ്യമുള്ളത്. എന്നിട്ട് കൂടി അവരാരും എന്ത് ചെയ്തിട്ടില്ല, ഒരൊറ്റ ഇത്തിക്കാഫ് പോലും വീട്ടിലിരുന്നിട്ടില്ല. എല്ലാരും ഇരുന്നിവിടെ പള്ളിയിലാണ്. ഇതല്ല ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയും ഇത് ഈ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമം എന്നുള്ളത് ഈ റസൂലുള്ളാഹിയുടെ ഭാര്യമാർക്ക് തിരിഞ്ഞില്ലാലേ, ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് തിരിഞ്ഞില്ലാലേ, അന്നത്തെ സ്വഹാബ വനിതകൾക്ക് തിരിഞ്ഞില്ലാലേ. മനസ്സിലായിക്കോളി, എന്താ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്തൊരു സുന്നത്തുമായത്തോ, അവിടുത്തെ ഭാര്യമാർ ഇല്ലാത്തൊരു സുന്നത്തുമായത്തോ, സ്വഹാബ വനിതകൾ ഇല്ലാത്തൊരു സുന്നത്തുമായത്തോ? അത് എന്ത് ജമാഅത്താണ്? അതൊരു ജമാഅത്താണ്. സുന്നത്തുമായത്ത് അവരുടെ ആ ജമാഅത്തിന് പറയാൻ പറ്റൂല. സുന്നത്തുമായത്തിൽ പെണ്ണിന് പള്ളി വരാം, നിർബന്ധിക്കണ്ട, വരാം. ജമാഅത്തിൽ പങ്കെടുത്ത അതിന്റെ പ്രതിഫലം അവർക്കുണ്ട്. അതേപോലെ തന്നെ ജുമയിൽ സംബന്ധിച്ചു അതിന്റെ മഹത്വം അവർക്കുണ്ട് എന്ന് മാത്രമല്ല, പിന്നെ ഓല് പോയിട്ട് വേറെ ളുഹർ നിസ്കരിക്കേണ്ടതില്ല. ആ കാര്യം വളരെ കൃത്യമായി പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. ഇനി നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ തമ്മിൽ വലിയ തർക്കം അല്ലാഹുവോടല്ലാതെയുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഞങ്ങൾ പറയും. അത് ഞങ്ങൾ പറയുന്ന പുത്തൻവാദമല്ല, സുന്നത്ത് മാതനാശയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയമാണ്, സ്വഹാബത്തിന്റെ ആശയമാണ്. അതാണല്ലോ സുന്നത്തുമായത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അല്ലാഹുവല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? അവിടത്തേക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയാറ് എന്താണ്, മഹാന്മാരെ നമ്മൾ ബഹുമാനിക്കണ്ടേ, മുത്തുനബി നമ്മൾ ബഹുമാനിക്കണ്ടേ, ബദരീങ്ങളെ ബഹുമാനിക്കണ്ടേ, മൊയ്‌ദീ ശൈഖിനെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, തർക്കമില്ല അതിൽ. പക്ഷേ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം പ്രാർത്ഥന ആരാധനയാ. നമ്മൾ പറയാറില്ലേ, ഇന്നും നിസ്കരിച്ചപ്പോൾ ഇശാ നിസ്കരിച്ചപ്പോഴും പറഞ്ഞില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അല്ലേ? അപ്പൊ പറയുന്ന പിന്നെ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണില്ലേ, എഞ്ചിനീയറോട് ചോദിക്കണില്ലേ, ഹോട്ടലിൽ ചെന്ന് വെയിറ്ററോട് ചോദിക്കുന്നില്ലേ, ടെക്സ്റ്റൈൽസ് ചെന്ന് അവിടുത്തെ സെയിൽസ്മാനോട് ചോദിക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതൊക്കെ അല്ലാഹു ഇവിടെ നിശ്ചയിച്ച കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള ചോദ്യമാണ്. ഈ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള ചോദ്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. ഇതാ ഞങ്ങൾ പറഞ്ഞത്. അതാണ് വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടില്ലേ? രോഗം ഉണ്ടായിട്ടില്ലേ? സാമ്പത്തിക ഞെരുക്കുണ്ടായിട്ടില്ലേ? ശത്രുക്കളെ കണ്ടുമുട്ടിയ ഭീഭത്സമായ ഭീകര രംഗങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മളെ നാട്ടിലാണെങ്കിൽ എന്താ ആണ് കുത്തുബിയത്തേക്കും, അല്ലേ? കുത്തുബിയത്തടേക്കും. എന്നിട്ട് മൊയ്‌ദീ ശൈഖിനോട് സഹായം ചോദിക്കാൻ. ഇപ്പൊ കുത്തുബിയത്തിന്റെ വിഷയത്തിലും കുറെ ചർച്ചകൾ. ഇപ്പോൾ ഉള്ളൊരു സുഖം എന്താന്ന് വെച്ചാല്, ഇവിടെ പരിപാടി സംഘടിപ്പിച്ച ആ ടീമിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, കുറെ മാറ്റങ്ങളുണ്ട്, കുറെ മാറ്റം. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ പറയുമ്പോൾ മനസ്സിന് സന്തോഷം എന്താ അറിയോ, നമ്മളെ പേരോട് സഖാഫിയെ പോലുള്ള ആൾക്കാര് വലിയ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അറിയങ്ങള്, സാധാരണ ഇപ്പോ മൊയ്‌ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ ഇസ്തിഗാസ ചെയ്ത് ഒരാൾക്ക് ഉത്തരം കിട്ടി എന്നൊക്കെ കണ്ടവല്ലോ, മൊയ്‌ദീൻ ശൈഖ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് പറയല്ലോ. ആ നിലക്ക് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. പേരോട് ഇടപെട്ടുകൊണ്ട് പറയാണ്, അങ്ങനെ പറയരുത്. മൊയ്‌ദീ ശൈഖ് എന്നെ സഹായിച്ചു എന്ന് പറയരുത്. അത് പറഞ്ഞ അദബുകേടാണ്. മൊയ്‌ദീ ശൈഖ് മുഖേന അല്ലാഹ് തന്നു എന്ന് പറഞ്ഞോളി. മൊയ്‌ദീ ശൈഖ് സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് അദബുകേടാണ്. അല്ല, മൊയ്‌ദീ ശൈഖ് സഹായിച്ചു എന്ന് പറഞ്ഞ അദബുകേടാണെങ്കിൽ മൊയ്‌ദീ ശൈഖെ സഹായിക്കണേ ചോദിക്കൽ അതിലും വലിയ അദബുകേടല്ലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞോളും. അവിടെത്തിയില്ലേ? പേരോടൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മൾ വിചാരിച്ചിരുന്നു. മാത്രല്ല, കറാമത്തിന്റെ പേരിൽ എവിടെ എത്തി? അല്ലെ, നിങ്ങളെ അടുത്തുള്ള ഒരു പകരക്കുള്ള ഒരു വിഷയമുണ്ടല്ലോ, ഞാൻ കുറ്റപ്പെടുത്തല്ല വ്യക്തിപരമായിട്ട്. എന്തേനി മൂപ്പര് കുറെ കാലായിട്ട് സ്വപ്നം തന്നെ. ഉറങ്ങാ കാണാ, കണ്ട് പറയാ, കണ്ടോ അല്ലാഹു ആലം, അങ്ങനെ കാണാ പറയാ. ഇപ്പൊ ഉറങ്ങില്ല, ഒന്നും എല്ലാ സ്വപ്നം കേൾക്കല്ലേ. കാരണം ഇത് ഉറങ്ങാത്തോണ്ടോ കാണാത്തോണ്ടോ ആവില്ല. ചിലപ്പോ പിടിച്ചു നിർത്താൻ മിണ്ടരുത് പറഞ്ഞിട്ട്, മിണ്ടി തൊള്ള തുറക്കരുത് പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തിക്കാണ്. പറഞ്ഞാൽ അത് ക്ലിപ്പാണ്. എത്ര ക്ലിപ്പ് എടുക്കാത്ത കയ്യും കാലും കോയലാണ്.
മൂപ്പരൊക്കെ യൂട്യൂബ് മൂപ്പര് ഡൗൺലോഡ് ചെയ്ത പടച്ച റബ്ബേ ക്ലിപ്പ് എടുത്ത് ഏതാപ്പ ഇത് ഒഴിവാക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഫുള്ള് ക്ലിപ്പ് കോയങ്ങാണ്. നിങ്ങൾ മനസ്സിലാക്കണം എന്താ സംഗതി എന്നറിയോ? കറാമത്തിന്റെ പേരിൽ കണ്ട് പറഞ്ഞിട്ട് പിടുത്തം വിട്ട് പറഞ്ഞു. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. കുറച്ച് ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കുറച്ച് ആൾക്കാർ ഹജ്ജിന് പോവാണ്. അങ്ങനെ പോയി കപ്പലിലാണ്. പഴയ കാലത്താണ്, CM ജീവിച്ചിരിക്കുന്ന സമയത്താണ്. മൂപ്പരാണല്ലോ മുദബ്ബിറുൽ ആലം. മൂപ്പരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ മരിച്ചുപോയ ആളാണ്. മൂപ്പരെ കൈമിൽ റാഡോ വാച്ചൊക്കെ ഉണ്ടായിനി. ലോകം നിയന്ത്രിക്കണ ആക്ക് നേരെ അറിയാൻ വാച്ച്. എന്താ ഇതിന് പറയാ? ഇത്ര കിഴക്കാണോ പടിഞ്ഞാറ്? ലോകം നിയന്ത്രിക്കാൻ നേരാണെങ്കിൽ വാച്ചോ. അതേമാതിരി കഥയിലുണ്ട്. ഞാൻ ആ കഥയ്ക്ക് വരാം. ഇടയ്ക്കൊരു കഥ. മൂപ്പര് വഴിക്കിങ്ങനെ പോവാണ് കാറിൽ. പോകുമ്പോ ബ്ലോക്കാണ്. ഇങ്ങനെ നിൽക്കുമ്പോ മുമ്പത്തെ വണ്ടിയിൽ നിന്ന് ഒരു കരച്ചിലേക്ക് ആ മൂപ്പര് ചെന്ന് പോയി നോക്കി. ലോകം നിയന്ത്രിക്കണ ആക്ക് ലോകം നിയന്ത്രിക്കുന്ന ആളെങ്ങനെ ബ്ലോക്കിൽ പെട്ട് അവിടെ ചോദ്യമുണ്ട്. ലോകമൊക്കെ നിയന്ത്രിക്കുന്ന ആളെ ഈ കാർ ഇവിടെ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുകയാണ്. എന്താ ലോകത്തിന്റെ കഥ? ഇരിക്കട്ടെ, കഥി ചോദ്യമില്ല, കള്ളക്കഥി തീരെ ചോദ്യം ഉണ്ടാൻ പാടില്ലല്ലോ. ആട്ടെ, ഇയാൾ അവിടെ ചെന്ന് നോക്കുകയാണ്. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ വണ്ടി പോയി നോക്കുകയാണ്. എന്താണ് അവരുടെ പ്രശ്നം എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഈ മനുഷ്യൻ ലോകം നിയന്ത്രിക്കാൻ കഴിയാം. ഇവിടെ ഇന്ന് അയാൾക്ക് അറിയില്ല. മരിച്ചപ്പോ ലോകത്തുള്ളൊക്കെ ഇയാൾ അറിയാം. അന്ന് ഹയാത്തിലുള്ള കാലത്ത് ഇയാളുടെ വണ്ടിന്റെ തൊട്ടു മുമ്പിലുള്ള വണ്ടിയില് ഒരാൾ കരണ ഒച്ച അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് അറിയാൻ പോയി നോക്കുകയാണ്. അപ്പൊ ചെന്നപ്പോ എന്താ, ഒരു ചെറുപ്പക്കാരൻ മരിച്ചതാണ്. മൂപ്പരെ വാപ്പേറ്റ ആരോ ഇരുന്നിട്ട് പെരുങ്കരച്ചില്. മൂപ്പരെ കയ്യില് കുട ഉണ്ടായിനത്ര. ആ കുട കൊണ്ട് ഒരു കുത്തുകൊടുത്താണ് എണീക്കുക. ഞാൻ എണീച്ചു. ആ കുടമ കിട്ടുവോ? പോപ്പി മറ്റോന്നാവൂലോട്ട്, വേറെ ഏതോ കമ്പനിയാവും. എന്താ ഇപ്പൊ ഇതിലൊക്കെ പറയാ? ഇങ്ങനെ പിടുത്തം വിട്ട് പറഞ്ഞു. അതേമാതിരി മൂപ്പര് ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ കയറിയാല് ചായ കുടിച്ചാൽ കായ് കൊടുക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയണല്ലേ. മൂപ്പരി പൈസ ഇല്ല. പൈസ അല്ലെങ്കിൽ ചായ കുടിക്കുന്ന മുമ്പ് തന്നെ പറയാം, എന്ത് പൈസ ഇല്ല, ഞങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് ഏത് മനുഷ്യപ്പറ്റുള്ള ആരും സഹായിക്കും, ചായയും എന്താ ഭക്ഷണമൊക്കെ കൊടുക്കും. ഇയാൾക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് ഇയാളെ ഇറങ്ങി. ഹോട്ടലുകാരൻ പിടിച്ച്, മൂപ്പർക്ക് എന്ത് മുതൽ പിടിച്ച് എന്നല്ല, പൈസ ചോദിച്ചു. ഒന്നും മുണ്ടില്ല. ഇല്ലാന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതിയോ, ചിലപ്പോൾ വിട്ടുകൊടുക്കും. ഒന്നും കൂടി കണ്ണുക്ക് ഇങ്ങനെ നോക്കുകയാണ്. അതിൽ ഇയാള് ഡ്രസ്സൊക്കെ അയച്ച് ട്രൗസർമ മാത്രം നിർത്തി എന്നാണ് മൂലര് പറഞ്ഞു കേട്ടോ. അള്ളാഹു ആലം. അങ്ങനെ ഇയാൾ അപ്പുറത്തൊരു കല്ലട്ടി ഉണ്ട്, അവിടെ പോയി പോയി കിടക്കുകയാണ്. അവിടെ പോയി കിടന്നപ്പോ ഒരു ലോറി ഡ്രൈവർ മൂപ്പരെ വിളിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഹോട്ടലാണ് കത്തിച്ചത്. ഒരു വലിയ, നമ്മളെല്ലാവരും അള്ളാന്റെ ഔലിയാക്കളാണല്ലോ. ശരിക്കും നമ്മളൊക്കെ അള്ളാന്റെ ഔലിയാക്കളാകേണ്ട ആൾക്കാരാണ് അല്ലെ. അള്ളാന്റെ ഔലിയാക്കളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചിലർക്ക് ആമീൻ പറയാൻ പേടിയാണ്. വേണ്ട, ബാക്കിയൊക്കെ ഓക്കെ. അള്ള കടം വീട്ടി തരട്ടെ, അള്ള സ്വർഗത്തിലാക്കട്ടെ, അള്ള നരകത്തിലാക്കട്ടെ, ഒക്കെ റെഡിയാക്കാം. പക്ഷെ ഔലിയാക്കണ്ട, കാരണം ലെവല് തെറ്റും. ഈ ഖൗമ് മനസ്സിലാക്കി വെച്ച ഔലിയ അതാണ്. അപ്പൊ നമ്മളെല്ലാവരും ഔലിയാക്കളാകണല്ലോ. നിങ്ങൾ ആലോചിച്ച് ഈ കോലത്ത് ഔലിയ എങ്ങനെ ഉണ്ടാവും? ഹോട്ടലങ്ങനെ കേറുക, വൈകുന്നേരമായോ അങ്ങനെ നടക്കന്നെ, എന്നിട്ടൊക്കെ എന്നെ മന്തിയും അൽഫാമും അടിച്ചിട്ട് ബ്രോസ്റ്റ് അടിച്ചൊക്കെ നടക്കുക, പറഞ്ഞ് നടക്കുക. കായോ ഹോട്ടലൊക്കെ കത്തിക്കുക. അല്ല ഔലിയക്കാരത്. കുറ്റപ്പെടുത്തല്ല, കുറ്റായ നമ്മളെ കുറ്റമല്ല. ഇതാണ് കഥകൾ ആലോചിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇതൊക്കെയാണോ ഔലിയ? ഒരു വലിയന്റെ കോലത്. ഏതാ ഞാൻ തുടങ്ങി വെച്ച കഥയ്ക്ക് വരാം. അങ്ങനെ കപ്പലിൽ പോവാണ്. പോകുമ്പോ കപ്പല് സ്റ്റക്കായി നിൽക്കുകയാണ്. രാത്രിയാണ്. അങ്ങനെ ഇവര് നേരെ കപ്പിത്താന്റെ അരികിൽ ചെന്നു എന്നാണ് കഥ. ചെന്നിട്ട് ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു, കപ്പലിന്റെ ഒരു എഞ്ചിൻ കേടാണ്, മറ്റേത് ഇപ്പൊ കേടായിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോകാൻ കഴിയൂല. അതിൽ ഇവര് റൂമിൽ വന്നിട്ട് കപ്പലിന്റെ ഉള്ള അവരുടെ ആ റൂം പിന്നെ ഉള്ളിൽ വന്നിട്ട്, അന്ന് CM ജീവിച്ചിരിപ്പുണ്ട് അത്രേ. CMന്റെ പേരിൽ ഫാത്തി ഓതി CMനോട് സഹായം ചോദിച്ചു എന്നാണ് കഥ. അങ്ങനെ രാത്രി കിട്ടോ. നേരം വെളുത്തപ്പോ കപ്പൽ അങ്ങനെ പോവുക, ഒരു ഉളുപ്പില്ലാതെ പോവുക. ആലോചിക്കുകയാണ്, തലേന്ന് രാത്രി കേടുന്ന കപ്പലേ. അപ്പൊ എന്താ, ഇവര് നേരെ ക്യാപ്റ്റന്റെ വീണ്ടും ചെന്നു. എന്താ സംഭവം എന്ന് ചോദിച്ചു.
അപ്പൊ ഇയാള് പറഞ്ഞത്രേ, നിങ്ങൾ നിലപെടുന്ന പോയില്ലേ? ആ പോയ നേരത്ത് ഒരാൾ ഇവിടെ വന്ന് ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ വന്നിറങ്ങി. എന്നിട്ടോ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയിട്ട് അയാളുടെ കയ്യിൽ ഒരു കുറുവടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു എഞ്ചിനൊരടി, മറ്റേ എഞ്ചിനൊരടി, എഞ്ചിൻ റെഡിയായി, കപ്പൽ പോവാൻ തുടങ്ങി. അത് CM ആയിരുന്നു. നിങ്ങളെ നാട്ടുകാരെ മൂലര് പറയാണ് പകര. ഇന്നൊന്ന് പറയട്ടെ ഉപരി, ഇഞ്ഞൊന്ന് പറയട്ടെ, പറയില്ല. ലോക്കിട്ടു. ഞങ്ങൾ അന്നേ പറഞ്ഞത് എന്നോടുന്ന ലോക്ക്, എന്നോ ലോക്കിടണം എന്ന് ഞങ്ങൾ അന്നേ പറയണ്ട്. നിയന്ത്രിക്കണട്ടോ. നിങ്ങൾ ആലോചിച്ചോട്ടെ, ഈ കപ്പലില്, നടുക്കടൽ കുടുങ്ങിയ കപ്പലില്, അന്ന് ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്താണ്. ഇവിടുന്ന് വിളിക്കുന്നത് അവിടുന്ന് വിളിക്കുന്നത് കരയില്ല, CM കേൾക്കണം. എന്നിട്ട് അയാൾക്ക് ഹെലികോപ്റ്റർ കിട്ടണം. ഇന്നെ പോലെ ഹെലികോപ്റ്റർ കിട്ടണമെങ്കിൽ എത്ര പ്രൊസീജിയർ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ദുരന്തം ഉണ്ടായതിന് അവിടെ ഹെലികോപ്റ്റർ എത്ര അതിന്റെ സമയം എടുക്കൂലേ? ഇത് കിട്ടും വന്നു. എവിടുന്നേ കിട്ടിയത്? ചോദ്യമില്ല. ഇത് വിശ്വസിക്കണം എന്നാ സുന്നത്തമായത് അല്ലേ? അപ്പൊ പ്രിയമുള്ളവരെ, ഈ രീതിയിൽ ഞാൻ സാധാരണ പറയലുണ്ട്, ഈ നമ്മളെ കുളത്തിൽ ചൂണ്ടലിട്ടപ്പോ പൊരിച്ച അയില കൊത്തി. ഒരുത്തം പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. കുളത്തിൽ ചൂണ്ടലിട്ട പൊരിച്ച അയില ഒത്തു. ചൂണ്ടല് എത്ര നുണ ഉണ്ടായിരുന്നു മാതിരി, എത്ര നുണ ഇത് കെട്ടിക്കൂട്ടിയിട്ട്. ഇതാണ് കഥ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഈ ഇടക്കാലത്ത് ഇവരുടെ ഒരു ഉലമാ സമ്മേളനങ്ങൾ പലയിടത്തും സംഘടിപ്പിച്ചു. ആര്? ഈ ടീമിന് തന്നെ. എന്നിട്ട് പറഞ്ഞു, ഒരു വലിയ ഹോട്ടലിൽ കയറിയിട്ട് പൈസ കൊടുക്കുക, എന്നിട്ട് ആ ഹോട്ടലിൽ കത്തിക്കുക, ഇതൊക്കെ ഔലിയാക്കളെ മോശാക്കലല്ലേ? ആ ജാതി കറാമത്ത് പറയാൻ പാടില്ല. അതപ്പോ വല്ലാതെ കേൾക്കാത്ത. പിന്നെ CM കണ്ണടച്ചാൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ കൂട്ടിമുട്ടി തകർന്നു പോകും. മറ്റേ പ്രസംഗിച്ചാനാണ്. CM കണ്ണടച്ചാൽ, ഊപ്പരെന്നോ കണ്ണടച്ചു പോയിട്ട് വിമാനം അങ്ങനെ പറക്കണുണ്ട്. ഊപ്പര് കണ്ണടച്ചാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടി തകർന്നു പോകും. ഈ ജാതി കറാമത്ത് കഥ പറയാൻ പാടില്ല എന്ന് ഇവർ ഉലമാ സമ്മേളനത്തിൽ പേരോട് മുസ്ലിയാര്, അലവി സഖാഫി, ഇതുപോലെ ആൾക്കാർ പ്രസംഗിക്കാണ്. എന്ന് മാത്രമല്ല, ഈ ആൾക്കാരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കറാമത്ത് കഥയും പറയാൻ പാടില്ല. സോഷ്യൽ മീഡിയന്റെ കാലാണ്. ആശയക്കുഴപ്പമുണ്ടാക്കണേ കറാമത്തൊന്നും പറയാൻ പാടില്ല. അല്ല മൂല്യാർ, അത് CM-നെ പറ്റി മാത്രമാകാൻ പറ്റോ? നിങ്ങളെ മാല അങ്ങനല്ലേ കിടക്കണത്? നിങ്ങളെ മൗലിദ് അങ്ങനല്ലേ കിടക്കണത്? റിഫായി മാലിൽ എന്തൊക്കെയുള്ളത്? റിഫായി മാലിൽ ആ ജാതി കഥല്ലേ ഉള്ളൂ. റിഫായി ഷെയ്ഖ് ജനിക്കണേനെങ്ങനെ? റിഫായി ഷെയ്ഖ് ജനിക്കേണ്ട ഉമ്മ പ്രസവിക്കേണ്ട നേരായി, പക്ഷേ ജന്മം നടക്കുന്നില്ല, പ്രസവം നടക്കുന്നില്ല. അപ്പൊ എന്താ? കുട്ടി ഒരു സമരത്തിലാണ്. എന്താ സമരം എന്നറിയോ? എനിക്കും എൻ ബയ്യാൽ തുടർന്നോർക്കും, എനിക്കും എന്റെ പിന്നാൽ തുടർന്നോർക്കും സ്വർഗം തന്നാ ഞാൻ ഇറങ്ങാ, അല്ലെ പടക്കും അടക്കണം. ഉമ്മ കുടുങ്ങി. അല്ല അതിലും വലിയ കൊടുക്ക്. ഇതൊക്കെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുണ്ട് നിങ്ങൾക്ക് അല്ലേ? ആശയക്കുഴപ്പമില്ല അല്ലേ? അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ? അല്ല കുടുങ്ങിയല്ലോ. അല്ലയാണ് ഇതിലൊക്കെ കുടുങ്ങണ്. അല്ലാത്തൊരവസ്ഥയാണ്. എന്നിട്ട് അല്ല കുടുങ്ങിയിട്ട് അവർക്കെന്ന് 4 സുവർഗം കൊടുത്താരെ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 സ്വർഗം കൊടുത്ത് ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. അല്ലേ? ഓവർ തന്നെയാണ്. ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. ക്ലൈമാക്സ് അവിടെ അല്ല. അങ്ങനെ ഈ കുട്ടി പടങ്ങ വലുതായി, വലിയ ആളായി, ഷെയ്ഖായി, അങ്ങനെ നടക്കുന്ന കാലത്ത് ഉപരിങ്ങനെ പോകുമ്പോണ്ട് ഒരു തോട്ടം, നല്ലൊരു തോട്ടം കാണും. ഇസ്മായിലാക്ക, ഇസ്മായിൽ എന്ന് ഒരാൾ ചോദിച്ചൊരു തോപ്പ്, ഇസ്മായിലാക്കാന്റെ ഒരു തോട്ടാണ്. അപ്പൊ അത് വാങ്ങിയാൽ തരക്കടില്ല. മൂപ്പർക്ക് കമ്പം. അങ്ങനെ മൂപ്പര് ഇസ്മായിലാക്കയുടെ വില ഇസ്മായിലാക്ക് ഒരു നിലക്ക് അടുക്കൂല, അമ്പനും ബില്ലിലും അടുക്കൂല. മൂപ്പര് വില കൊണ്ട് ഒരു നിലക്കും കിട്ടും. ദുനിയാവിലൊരു മുതൽ ഞാൻ തരില്ല. ആരോടായി പറഞ്ഞത്? 4 സ്വർഗത്തിന്റെ ആധാരം മടിയച്ചിട്ട് നടക്കണേ. ഉപ്പട് പറയാണ്, സ്വർഗം ദുനിയാവിലെ മുതൽ ഞാൻ തരില്ല. അങ്ങനെ ഊപ്പർ എന്ത് ചെയ്തത്രേ? 4 സ്വർഗാണ് കൊടുത്ത്. ഈ കുട്ടികളുണ്ടല്ലോ, ചെറിയ സംഗതിക്ക് വേണ്ടി ഉള്ളൊക്കെ അവർക്ക് വലിയ സംഗതി കൊടുത്ത സമ്മാനമൊക്കെ അതാണ് കൊടുക്കാൻ തയ്യാറാക്കാറ്. അതിന്റെ വിലയൊന്നും അവർക്ക് വിഷയമല്ല. അതിനേക്കാണ് അപ്പുറം 4 സ്വർഗ അള്ളാണ് കൊടുത്തിട്ട് ഈ ദുനിയാവിലെ ചെറിയൊരു തോട്ടത്ത് ആണ് കൊടുത്ത്. ഔലിയല്ലേ, വലിയല്ലേ?
ഈ ദുനിയാവിലെ എന്തും കൊടുത്താണ്ട് ആ സ്വർഗം വാങ്ങാനൊരു വലിയ നോക്കുക. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാ? അവർക്കൊന്നും ദുഃഖിക്കാനില്ല, അവർക്കൊന്നും വിഷമിക്കാനില്ല, സങ്കടപ്പെടേണ്ടി വരൂല. അവരാരാണെന്നറിയുമോ? അല്ലദീന ആമനൂ, ഈമാനുള്ളവരാണവർ, വകാനൂ യത്തഖൂൻ, തഖ്വയോടെ ജീവിക്കുന്നവരാണവർ. ഈമാനും തഖ്വയില്ലാത്തോ എന്ത് കോലം കിട്ടിയാലും വലിയാകൂല. ഇത് ഉള്ളതൊക്കെ കൊടുത്തിട്ടെങ്കിലും സ്വർഗം കിട്ടുമോ എന്നാണ് ഒരു വലിയ ആഗ്രഹിക്കുക. 4 സ്വർഗം അല്ലാണ്ട് കൊടുത്തിട്ട് ഈ തോട്ടാണ് വാങ്ങി തന്നെ. അവിടെ നിൽക്കണില്ല. ഉപരിങ്ങനെ പോയി ഒരിക്കൽ കഅബ തവാഫ് ചെയ്യാൻ ചെന്നു. കഅബ തവാഫ് ചെയ്യാന്നപ്പോ ഉപര ഈ ദുടി എന്ന സാധനം ചെറിയ കെട്ടിട്ട് മുട്ടി നടക്കുന്ന സാധനം. ഈ പഴയ കാലത്തേക്ക് കണ്ണാണത്തെ ആൾക്കാർ ഇങ്ങനെ മുട്ടി നടത്തിയ സാധനല്ലേ, അങ്ങനത്തെ സാധനം. അപ്പൊ ഇത് മുട്ടിയാണ് ഉപരി കെട്ടിട്ട് അവിടെ തവാഫ് ചെയ്യാൻ ചെയ്യുന്നത്. മക്കാര് പറയും ഈ പരിപാടി ഇവിടെ പറ്റൂല എന്നാണ്. ഒന്നുകിൽ തവാഫ് ഇതോടെ ഒഴിവാക്കിയിട്ട് ഇവിടെ തവാഫ്. അതില് മൂപ്പര് എന്ത് ചെയ്തോ, മൂപ്പര് ആ തുടി കഅബന്റെ ചുമരുമ്പിലാണ്ട് കൊളത്തി. അപ്പൊ അതിനവിടെ ആണിണ്ടായിനോ അതോ ആമ്പറും ആണി മൂപ്പര് കൊണ്ടുനടക്കതിനോ കഥ ചോദ്യമില്ല, നേരത്തെ പറഞ്ഞായിരിക്കും. കൊളത്തി കഥയാണ്. എന്നിട്ട് പറഞ്ഞു കഅബൻ തവാഫൻ സുന്നവർ, കഅബ ഞാൻ പടക്ക ഇങ്ങോട്ട് തവാഫ് ചെയ്യും. ഏയ് ഇതുവരെ കഅബക്ക് എന്ത് ശീലമുള്ളൂ? കഅബന ആൾക്കാർ അങ്ങോട്ട് തവാഫ് ചെയ്യല. ഇത് കഅബനോട് ഇങ്ങോട്ട് ഇന്നത്തോ ഞാൻ പടക്ക തവാഫ്, നല്ല പ്രശ്നമില്ല. അതിങ്ങനെ കഅബ ഇളകി തുളങ്ങുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അല്ലാഹ് വിളിച്ചോവർ. അല്ലാഹ് റിഫായേ, അല്ലാഹ് കുടുങ്ങാണ് ഇതിലൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് കൂട്ടരെ. ഞങ്ങൾ അല്ലാഹിനെ പറ്റി നിങ്ങൾ പറഞ്ഞോ, ഈ അല്ലാഹ് കാൽ ഞങ്ങൾ പറഞ്ഞ അറിയോ? അല്ലാഹ്ക്ക് അവയവമോ മറ്റോ ഉണ്ടെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങളുടെ നിലപാട് എന്താ അറിയോ? ഖുർആനിലും ഹദീസിലും വന്നത് അപ്രകാരം മനസ്സിലാക്കി നമ്മളെ വക വ്യാഖ്യാനത്തിൽ പോകാൻ പാടില്ല. അതന്നെ മൊയ്തി ശൈഖ് ഉന്നിയലും പറഞ്ഞു. എന്താണ് അള്ളാഹിനെ പറ്റി പറഞ്ഞത്? അതേപോലെ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ അള്ളാഹു സിംഹാസനസ്ഥനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ ഇസ്തിവാ എന്ന് പറഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അൽ ഇസ്തിവാ മഅലൂം, സിംഹാസനസ്ഥനാവുക എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട സംഗതിയാണ്. വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെ അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കുന്ന നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതെ അതിനെ പറ്റിയുള്ള ചോദ്യം ബിദ്അത്താണ്, ചോദിക്കാൻ നിൽക്കണ്ട. ഇതാണ് അവിടെ ഞങ്ങളുള്ളത്. നമ്മളെ വഴി വ്യാഖ്യാനത്തിനും നിഷേധത്തിനും പോകില്ല. അവിടെ ആ പറഞ്ഞു കൊടുത്ത് നടക്കും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ കഅബ തവാഫ് ചെയ്യാ, കഅബം തവാഫ് ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ ഇളകി തുളങ്ങി ഇങ്ങനെ നേരത്തെ അല്ലാഹ് പറഞ്ഞു ചതിക്കല്ലേന്ന്. ഇത് വിശ്വസിക്കണോ? ഈ ജാതി എത്ര കഥകൾ മാലകളിൽ മൗലിദുകളിൽ ഉണ്ട്. അപ്പോ ഇത് കേവലം CM-നെ പറ്റി മാത്രമാകരുത്, എല്ലാവർക്കും ഒരേ മാതിരി ആകണം എന്നുകൂടെ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ശരി പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾ പറയും. അതിനർത്ഥം ഔലിയാക്കളെ ബഹുമാനിക്കരുത് എന്നല്ല. ഔലിയാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം, ഒരു സംശയവുമില്ല. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. മറിയം ബീവി വലിയത്തായിരുന്നു, ഞങ്ങൾ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ അവൾ പ്രാർത്ഥിക്കൂല. അവർ പ്രാർത്ഥിച്ച അസ്ഹാബുൽ കഹ്ഫ് പ്രാർത്ഥിച്ച അല്ലാഹുവിനോട്, മറിയം ബീവി പ്രാർത്ഥിച്ച അല്ലാഹുവിനോട് ആണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച അല്ലാഹുവിനോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച അല്ലാഹുവിനോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അമ്പിയാക്കളൊക്കെ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാ. ആ അല്ലാഹുവിനോടാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഇത് ബിദ്അത്തല്ല, ഇത് തീവ്രവാദമല്ല, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തല്ല, മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗമുണ്ടായി, അദ്ദേഹം പ്രാർത്ഥിച്ചു അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ളുർ വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹ് എനിക്കിതാ രോഗം ബാധിച്ചിരിക്കുന്നു, പ്രയാസമാണ് അല്ലാഹ്, നീ സഹായിക്കണേ എന്ന അർത്ഥത്തിൽ നീ അർഹമുർ റഹീമീൻ ആണല്ലോ, എനിക്കിതാ രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നു.
യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ആ ആഴക്കടലിന്റെ ആഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന രംഗമുണ്ട്, മത്സ്യത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന രംഗമുണ്ട്. ആ പാതിരാക്ക് അല്ലേ അദ്ദേഹം പ്രാർത്ഥിച്ചത് അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്. അദ്ദേഹം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചില്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചില്ല, അതുപോലെ തന്നെ ഹവ്വ ബീവിയെ വിളിച്ചില്ല, ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചില്ല. മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയോടോ ഒരു വലിയനോടോ വലിയത്തിനോടോ ചോദിച്ചില്ല, അല്ലാഹുവോടാണ്. ഇവരൊക്കെ വഹാബികളോ? ഇവരൊക്കെ വഹാബികളോ? നിങ്ങൾ ചിന്തിക്ക്, ഇവരൊക്കെ പുത്തൻവാദികളോ? ഇവരൊക്കെ സുന്നത്ത് മാതിരി പുറത്തോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ വിലക്കപ്പെട്ട പഴം കഴിച്ചുപോയി. പ്രാർത്ഥിച്ചതെന്താ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. ആരോടാ? അല്ലാഹുവോട്. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് പ്രാർത്ഥിക്കണേ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഭീകരവാദികളോ, പുത്തൻവാദികളോ, നവീന ആശയക്കാരോ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ ശത്രുക്കളുടെ ശത്രുത കഠിനമായപ്പോഴും പ്രാർത്ഥിച്ചില്ലേ അല്ലാഹുവോട്? റബ്ബി എന്ന് പറഞ്ഞ അല്ലാഹുവോടാണ്. ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് പ്രാർത്ഥിക്കണേ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പുത്തൻവാദികളോ, ഞങ്ങൾ സുന്നത്ത് മാതിന് പുറത്തോ? വളരെ കൃത്യമായി മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. സന്താനമില്ലാതെ പ്രയാസപ്പെട്ട ഖലീലുല്ലാഹി ഇമാമുൻ നാസി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹായ സന്താനത്തെ നൽകണേ എന്ന് അല്ലാഹുവോട്. ഞങ്ങൾ പറഞ്ഞ അതാണ്, അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയങ്ങൾ പറയ്, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, അവരിൽ ഒരാളെ ഞാൻ ശിർക്ക് ചെയ്യില്ല എന്ന് പറയൂ പ്രവാചകൻ എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹിയോട് പറയാൻ വേണ്ടി പറയാണ്. അവിടെ ഞങ്ങളുള്ളത് അത് പുത്തൻവാദമല്ല, നബീന ആശയമല്ല, ഖുർആനായി പറഞ്ഞത്, ഖുർആൻ ആയത്തുകൾ നിങ്ങൾ കേൾക്കുന്നത് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. ഇതെങ്ങനെ പുത്തൻവാദമാകും? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുക്കുള്ളതാണ്, അവന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇങ്ങനെ എത്ര ആയത്ത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അത് അല്ലാഹുവല്ല നടത്തിയാൽ ശിർക്കാണ്. ശിർക്ക് ചെയ്താലേ ഒരു പരീക്ഷ ചാൻസ് ഇല്ലട്ടോ ഈ ദുനിയാവില്. ശിർക്കോടെയാ മരിച്ചു പോകുന്നതെങ്കിൽ ആ മനുഷ്യന്റെ നിസ്കാരം വെറുതെയാ, നോമ്പ് വെറുതെയാ, താൻ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം വെറുതെയാ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്കും കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകും, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടല്ല, തെറ്റുകൾ ചെയ്തിട്ടല്ല, ശിർക്കിന്റെ ഗൗരവം ഇത്രയുണ്ടെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെയ്യരുത്. ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. റസൂലുള്ളാഹി, ചില ആൾക്കാർ പറയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു പറയുമ്പോ നമ്മൾ പരസ്പരം ചിലപ്പോ പൈസ ഇല്ലാത്ത നേരത്ത് ഒരു 1000 രൂപ ഗൂഗിൾ പേ ചെയ്തരോ, ഒരു 2000 രൂപ ഗൂഗിൾ പേ ചെയ്തരോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് സഹായ ചോദ്യമല്ലേ? അപ്പൊ ഈ വയ്യാക നസ്തഈൻ എതിരായില്ലേ? അതൊക്കെ അല്ലാഹ് ഇവിടെ നിശ്ചയിച്ച ഈ കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലാ അല്ലേ? ഒരു ഉദാഹരണം നോക്കി, ബദർ യുദ്ധം നടക്കുകയാണ്. ബദർ യുദ്ധം നടക്കുമ്പോ മുസ്ലിങ്ങൾ 313 319 പേരാ ഉള്ളത്. 3 ഇരട്ടി 1000 പേരുണ്ട് മറുകക്ഷി. യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് സഹായം ചോദിക്കുന്നുണ്ട്. സ്വഹാബ, നിങ്ങൾ ഉണ്ടാവൂല എന്റെ കൂടെ? അതേ റസൂലേ, ഉണ്ടാകും. അങ്ങ് ബർക്കുൽ ഗിമാദിലേക്ക് വിളിച്ചാൽ, വിദൂരത്തുള്ള സ്ഥലത്തേക്ക്, ദുർഘട വഴിയുള്ള പ്രദേശത്തേക്ക് വിളിച്ചാലും ഞങ്ങൾ നിങ്ങളൊപ്പം ഉണ്ടാവും. സ്വഹാബത്ത് സഹായിക്കാന്ന് പറഞ്ഞില്ലേ? സഹായിച്ചു. സഹായിക്കാന്ന് പറഞ്ഞു, സഹായിച്ചു. എന്നാൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രദ്ധിക്കണേ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ് സ്വഹാബത്തോട് സഹായം ചോദിച്ചു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ സഹായം ചോദിച്ചോ? ഇല്ല. നൂഹ് നബിയെ സഹായം ചോദിച്ചു. ഈ വിഷയം കണ്ട് ക്ലിയർ ആക്കിയാണ്. സഹായം ചോദിച്ചോ? ഇല്ല. എന്താ ഇബ്രാഹിം നബിയുടെ സ്നേഹമില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക്? ഉണ്ടായിരുന്നു. നൂഹ് നബിയുടെ ബഹുമാനമില്ലായിരുന്നു? ഉണ്ടായിരുന്നു. പക്ഷെ ബഹുമാനവും സ്നേഹമൊക്കെ വേറെ, ഇത് വേറെ.
അപ്പൊ ഈ സ്വഹാബത്തോട് ചോദിച്ചതോ അത് ഈ ബന്ധത്തിന്റെ ഉള്ളിലാണ്. ഈ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള ചോദ്യോ അല്ലാഹുവോട്. ഖുർആൻ പറഞ്ഞു ഇൻ തസ്തഗീഫൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം, അവിടെ പറഞ്ഞ വാക്കെന്താ? ഇത് തസ്തഗീഫൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്നാണ്. നമ്മളെന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഉസ്താദുമാര് ഇസ്തിഗാസല്ലേ. അവിടെ പറഞ്ഞതോ ഇത് തസ്തഗീഫൂന റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം ആരോട്? നിങ്ങൾ റബ്ബിനോട്. ഫസ്തജാബ ലക്കും, അപ്പോൾ അല്ലാഹു ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000 വരുന്ന മലക്കുകളെ തുടരെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. ആരോടാ ചോദിച്ചത്? ഇബ്രാഹിം നബിയോടല്ല, ഇസ്മായിൽ നബിയോടല്ല, നൂഹ് നബിയോടല്ല, അലൈഹിമുസ്സലാം ഒരൊറ്റ നബിയോടുമല്ല, അല്ലാഹുവോടാണ്. എന്തേ? ഈ ബന്ധത്തിന്റെ അപ്പുറമാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അവിടുത്തെ പടയെങ്കിൽ പണയത്തിലാണ്. ആരടുത്ത്? ഒരു ജൂതനായ ബിസിനസ്കാരന്റെ അരികിൽ, ഒരു കച്ചവടക്കാരന്റെ അരികിൽ, ഒരു സമ്പന്നന്റെ അരികിൽ ജൂതനാണ് അല്ലേ? എന്നാൽ സാമ്പത്തിക പ്രയാസമുണ്ടായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനോട് സഹായം ചോദിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാമ്പത്തിക പ്രയാസത്തിന്റെ ഘട്ടത്തിൽ എന്തേ ഇബ്രാഹിം നബി ഒരു സഹായം ചോദിച്ചില്ല? അത് ഈ ബന്ധത്തിന് അപ്പുറമാണ്. ഇതൊന്ന് ക്ലിയർ ആക്കി നിങ്ങൾ. ഇവർ രണ്ടുപേരെ മൊയ്തീൻ ശേഖരോട് ചോദിക്കുന്നതും അടുത്തുള്ള ഡോക്ടർ മൊഹീദ്ദീൻ ഡോക്ടർ അടുത്ത് പോണതും രണ്ടുപേരെ മാതിരിയായിട്ട് അവർ കൂട്ടിക്കെട്ടുന്നത് അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതനോട് സഹായം ചോദിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിനോട് ചോദിച്ചില്ല. എന്തേ? ഇത് ഈ ബന്ധത്തിന് ഉള്ളിലാണ്, മറ്റതിന്റെ പുറത്താണ്. അത് പ്രാർത്ഥനയാണ്, അത് അല്ലാഹുവോട് മാത്രമാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതാണ് ക്ലിയർ ആക്കിയത്. ഞങ്ങൾ ഈ പറയുന്നത് ആയത്താണ്, അതിന് പ്രവാചകൻ ശ്വാസം നൽകിയിട്ടുള്ള വിശദീകരണമാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പ്രിയമുള്ളവരെ, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി മനസ്സിലാക്കാൻ ഖബറുമായി ബന്ധപ്പെട്ട കാര്യം കൂടെ ഉപർ പറഞ്ഞു. മുഹമ്മദ് അബ്ദുൽ വഹാബ് ഖബർ പൊളിച്ചു, അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. ഒരു രാജ്യവുമായി രാജ്യത്തിന്റെ സംസ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ആ നിലക്കുള്ള പ്രവർത്തനങ്ങള് അല്ലേ, അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പൊങ്ങി നിൽക്കുന്ന ഖബറിന്റെ അവസ്ഥ എന്ത്? അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? അത് തകർക്കണമെന്നല്ലേ? അതിനർത്ഥം ഇവിടെ ഒരു ഭരണം നിലനിൽക്കുന്ന സമയത്ത് അതിനെപ്പറ്റിയല്ല പറയുന്നത്. ഇസ്ലാമിക രാജ്യമുള്ളിടത്ത് ആ രാജ്യം മാത്രം കൈകാര്യം ചെയ്യും, അതാണ് പറഞ്ഞത്. അത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരേ വിധി എന്നല്ലേ? ഇവിടെ എല്ലാവർക്കും ഒരേ വിധിയല്ലേ? നിങ്ങൾ കേട്ടോളൂ നിങ്ങളെ ഫത്വകൾ. വലഖദ് അഫ്താ ജമാഅത്തും മിൻ ഉലമാഇ ശാഫിഇയ്യ, നിങ്ങളുടെ ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹം പറയാണ്, വലഖദ് അഫ്താ ജമാഅത്തും മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മിൽ ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ, ഇമാം ശാഫിഈയുടെ ഖബറിന്റെ മേലെ ഉണ്ടാക്കിയിട്ടുള്ള ഖുബ്ബ പൊളിക്കണമെന്ന് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുണ്ട്. പറയൂ, അവർ ഭീകരവാദികളോ? ആയിരക്കണക്കിന് ദീനാറുകൾ അതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പൊളിക്കണമെന്ന് ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇബ്നു ഹജർ പറഞ്ഞു, വതജിബുൽ മുബാദറത്തു ബിഹദ്മിഹാ വഹദ്മിൽ ഖുബൂരിൽ ഖിബാബില്ലത്തി അലൈഹാ. അദ്ദേഹം പറയുന്നുണ്ട്, വതജിബുൽ മുബാദറത്തു, പെട്ടെന്ന് ധൃതിപ്പെടൽ നിർബന്ധമാണ്. അത്തരം ഖബറുകൾ പൊക്കിയിട്ടുള്ള ഖബറുകൾ പൊളിക്കാൻ മാത്രമല്ല, വഹദ്മിൽ ഖിബാബില്ലത്തി അൽ ഖുബൂർ, അതിന്റെ മേലെ ഉണ്ടാക്കിയിട്ടുള്ള ഖുബ്ബകൾ പൊളിക്കണമെന്നും ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങളെ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതൻ ഇബ്നു ഹജർ അസ്ഖലാനി അല്ല, ഹൈതമി. ഇബ്നു ഹജർ ഹൈതമി നിങ്ങൾക്ക് തള്ളാൻ പറ്റൂല അല്ലേ? അദ്ദേഹം പറയേണ്ടു, ഇത് ഹി അലറു മിൻ മസ്ജിദിൽ ദിറാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തെ പള്ളിക്ക് പകരമായി മുനാഫിഖ് ഉണ്ടാക്കിയ പള്ളിക്ക് ബദലായി ഉണ്ടാക്കിയ ആ മസ്ജിദുൽ ദിറാർ ഉണ്ടല്ലോ, അതിനേക്കാൾ ഉപദ്രവകരമാണ് ആ ജാറമെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ, നിങ്ങൾക്ക് തള്ളാൻ പറ്റാത്ത ഹൈതമിയാണ് പറഞ്ഞത്. ആ കാര്യം കൂടെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞ ചില ഒരു തെളിവില്ല. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാവില്ല. ഇവർ പോയി ഞാൻ പറഞ്ഞില്ല, മുദബ്ബിറുൽ ആലം അങ്ങനെ പറഞ്ഞപ്പോ അടുത്തൊരു പാട്ടിറങ്ങി. എന്താ പാട്ട്?
എന്താ പാട്ട്? നമ്മളെ പടച്ചവൻ ആരാ ചോദിച്ചാല് പറ 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 ആരാ? മടവൂരാണ്, CM ആണ്. എന്നിട്ട് പറയായി നമ്മക്കായിട്ട് ബന്ധമില്ല. നിങ്ങൾക്ക് എങ്ങനെ ബന്ധമില്ലാക്ക? മൊയ്തീൻ ശൈഖ് എന്ത് കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അള്ളാന്റെ സിഫത്ത നേരെ വെച്ചുകൊടുത്ത്. പിന്നെ കടപ്പുറത്തുള്ള മണൽത്തരികൾ എത്ര ഇവർക്കറിയാം. ഈ കടലിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ തിരമാലകളുടെ എണ്ണം എത്ര? മൊയ്തീൻ ശൈഖ് എങ്ങനെ പറഞ്ഞ് ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം എത്രയെന്ന് പറഞ്ഞ് ഇതൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി പാട്ടുണ്ടാക്കിയപ്പോ നിങ്ങൾക്ക് പറ്റൂലല്ലേ? നിങ്ങൾക്ക് പറ്റൂ? ആദ്യം ഇത് പറയാൻ പാടില്ലേനി? ഈ മാല കുട്ടിയാക്ക് പാടിക്കൊടുക്കാൻ പാടില്ലേനി? ഈ മൗലിദ് കുട്ടിയാക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ലേനി? ഈ കാര്യം പ്രിയമുള്ളവരെ വളരെ കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് തെളിവ് എന്താണ്? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്ക് വന്നാണ്ട് ഒരാള് വന്ന് പറഞ്ഞു. ഒരാള് പറഞ്ഞ അങ്ങനെ തെളിവാല്. അപ്പൊ പറഞ്ഞത് ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി എന്ന സഹാബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സൈഫ് തന്റെ അൽ ഫുതൂഹ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അസ്ഖലാനി പറഞ്ഞു. ഈ സൈഫ് ആരാ? സ്വീകാര്യനായ ആളല്ല, അയാള് സ്വീകരിക്കാൻ പറ്റിയ ആളല്ല, സ്വഹീഹായ റിപ്പോർട്ടല്ല ഇത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ വലുവന്നഹും യളലമു അൻഫുസഹും ജാഊക, തെറ്റ് വന്ന ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വരികയും എന്നിട്ട് അള്ളാഹിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തുകയും റസൂൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹ് പൊറുക്കുന്നവനായിട്ട് മാപ്പ് നൽകുന്നവനായിട്ട് ഇവർക്ക് കണ്ടെത്താന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് എന്താ പറയുന്നറിയോ? അതില് പിന്നെ എങ്ങനെ ഉത്തുബിക്കഥ ഉണ്ട്. ഒരു ഉത്തുബിക്കഥ മുസ്ലിയാരെ അത് സ്വഹീഹായ സനദോട് ഉദ്ധരിക്കപ്പെട്ട കഥ അല്ല, ഒരു കഥയാണ്. ഒരു കഥ ഇല്ലാത്ത കഥ അല്ല, ഒരു കഥയാണ്, ഒരു ഹിക്കായാണ്. ഇതാണ് സംഭവം. ഞങ്ങൾ ഓന്ന് ഖുർആനാ, നിങ്ങൾ പകരം ഇജാതി അടിസ്ഥാനമില്ലാത്ത സനദ് പോലും ഇല്ലാത്ത കഥയാണ്. മാത്രല്ല ഇനി വലുവന്നഹൂൽ പറഞ്ഞ എന്താ സംഭവം അറിയോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു മുനാഫിക്കും ജൂതനും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായി. ആ സാമ്പത്തിക തർക്കം ഉണ്ടായപ്പോഴേ എന്താ ഉണ്ടായത് അറിയങ്ങള്? എന്താ ഉണ്ടായത്? മുനാഫിഖ് പറഞ്ഞു പിന്നെ ജൂത നേതാവിന്റെ അരികിൽ പോവാ, അവിടെ പോയാൽ നമുക്ക് വിധി കിട്ടും എന്ന് പറഞ്ഞു. ജൂതൻ പറഞ്ഞു നബിന്റെ അരികിൽ പോവാ. നബിയിൽ വിശ്വാസമല്ല ഇയാൾക്ക്, എന്നാലും നബിന്റെ അരികിൽ പോയാൽ എന്ത് ചെയ്യും? നീതി കിട്ടുന്ന ഇയാൾക്ക് അറിയണോണ്ട് അവിടെ പോവാന്ന്. കാരണം ഈ മുനാഫിഖിന്റെ അരികിലാണ് തെറ്റ്, ന്യായക്കേട്, മറ്റേ ആൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ ആ ജൂത നേതാവിന്റെ അരികിൽ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് വേദനിപ്പിച്ചു. ആ ഘട്ടത്തിൽ റസൂലുള്ളാഹിയോട് സോറി പറയൽ നിർബന്ധമാണ്. ഇവിടെ ഒരാൾ ഉസ്താദിനോട് ചീത്ത അറിഞ്ഞു, അല്ലെങ്കിൽ വേറൊരാളെ ചീത്ത അറിഞ്ഞു, വെറുതെ ഒരു കാര്യമില്ല ചീത്ത അറിഞ്ഞു, പഠിച്ചോനെ ഞാൻ പറഞ്ഞു ഈ പുറത്തുകൊണ്ടായിട്ട് കാര്യമില്ല, എന്ത് വേണം? അത് ക്ലിയർ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു കേട്ടോ, മാപ്പാക്കണേ എന്ന് പറയണം. എന്നിട്ട് തൗബ ചെയ്യണം. അത് അവിടെ ചെല്ലൽ നിർബന്ധമാണ്. ഈ ആയത്ത് തെളിവാക്കിയാൽ ഇസ്തിഗാസ നിർബന്ധം എന്ന് പറഞ്ഞുതരും. അതല്ല കേസ്. വഫാത്തായി ഇപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ കേസല്ല അത്. ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹി മനസ്സ് വിഷമിപ്പിച്ചപ്പോൾ അവിടെ ചെന്ന് ക്ലിയർ സോറി പറയാ, അതാണ് സംഭവം. അപ്പൊ അങ്ങനെയാണ്. ഇനി പിന്നെ മുഹമ്മദ് ബിൻ മുൻകദിറിന്റെ ഒരു സംഭവം, അതേപോലെ തന്നെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഉഖ്ബത്ത് ബിൻ ആമിറിന്റെ സംഭവം ഒന്നും സ്വഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല എന്ന കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ഞങ്ങൾ പറയുന്നത് ആയത്താണ്, ഹദീസാണ്, സ്വഹീഹ് അല്ലാത്ത ചില കഥകളാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഇത് രണ്ടും കൂടി എങ്ങനെ സുന്നത്ത് മാതൃ പ്രമാണം ഏതാ നിങ്ങൾ ആലോചിച്ചോളി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന അടിസ്ഥാനം വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നബിദിനാഘോഷം ഇവിടെ ഉപർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുജാഹിദീങ്ങൾക്ക് വെറുപ്പാണ്. അതുകൊണ്ടാണ് നബിദിനം കഴിക്കാത്തത്. സുബ്ഹാനല്ലാഹ്. ഇത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുപ്പാണ്, അതുകൊണ്ട് നമ്മൾ കഴിക്കാത്തത് തന്നെ. എന്നാ ചോദിക്കട്ടെ, ഇതൊരു ദീനിയായ കാര്യമായിട്ടാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ കുറ്റപ്പെടുത്തല്ല. ഇത് ആഘോഷക്കൊല്ലോ ആഘോഷി കഴിഞ്ഞ റബീഉൽ അവ്വൽ ആഘോഷ ആൾക്കാർ ശബ്ദം കേൾക്കുന്നുണ്ടാവും. നിങ്ങളെ കുറ്റപ്പെടുത്തിയോണ്ടല്ല പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ, ആ നബിദിനാഘോഷം നിങ്ങളെ ദീനാണ്. ഇപ്പൊ നമ്മള് പെരുന്നാൾ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഘോഷങ്ങളിലേക്ക്, ദീനിയായ ആഘോഷങ്ങളിലേക്ക് നിങ്ങൾ ചെയ്തത്. അപ്പൊ അതിന് തെളിവുണ്ടാണ്ടേ? നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, തെളിവില്ലേ? ഉണ്ട്. ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നുണ്ട്, തെളിവില്ലേ? ഉണ്ട്. പിന്നെ റമദാൻ മാസം പുണ്യമാസമായിട്ട് നമ്മൾ കാണുന്നില്ലേ? തെളിവില്ലേ? തെളിവുണ്ട്. എന്നാൽ അതുപോലെ ഇതിനും തെളിവുണ്ടെന്നായിരിക്കും നിങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കണേ.
ഇല്ല കൂട്ടരെ. അള്ളാന്റെ റസൂൽ നോക്കി ഈദുൽ ഫിത്ർ ആഘോഷിച്ചിട്ടുണ്ട്, ഈദുൽ അദ്ഹ ആഘോഷിച്ചിട്ടുണ്ട്. ആ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? റബീഉൽ അവ്വൽ ഒരു ആഘോഷം നടത്തിയിട്ടില്ല, ഒരിക്കൽ പോലും. അപ്പൊ റസൂലുള്ളാഹിക്കും റസൂലുള്ളാഹിയോട് വെറുപ്പായിരുന്നു. നിങ്ങൾ ചിന്തിക്കുക, ഒരൊറ്റ സ്വഹാബി ആഘോഷിച്ചിട്ടില്ല, ഒരു സ്വഹാബി. ലക്ഷക്കണക്കിന് സഹാബിമാരായിട്ട് ഒരു സ്വഹാബി. ഇനി 4 ഖലീഫമാർ, റസൂലുള്ളാഹിയുടെ ഭാര്യമാര് അല്ലെ, ഓരൊക്കെ പള്ളിയിൽ പോയത് നിങ്ങൾ കേട്ടില്ലേ? എന്നാ നബിദിനം കഴിച്ച് കേൾക്കാൻ കഴിയും നിങ്ങൾക്ക്? ഇല്ല, ഇല്ല. അത് റസൂലുള്ളാഹിയുടെ കാലം കഴിഞ്ഞ്, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ്, താബീയുടെ കാലം കഴിഞ്ഞ്, താബിയുടെ കാലമൊക്കെ കഴിഞ്ഞ്, ഹിജ്റ 300 400 കഴിഞ്ഞിട്ട് ഷിയാക്കൾ ഉണ്ടാക്കിയ പരിപാടിയാണ്. അത് മനസ്സിലായിക്കോളെ, അതാണ് സംഭവം. എന്നിട്ട് മുമ്പ് പറയാണ്, ആദ്യകാലത്ത് മുജാഹിദ് മൗലവിമാരും അൽ-മുർഷിദിലും മറ്റൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഒരു പിന്നെ മാറ്റി. നിങ്ങളും മാറ്റി നമ്മൾ പറയില്ലല്ലോ, നിങ്ങളും മാറ്റിയത് പറയില്ലല്ലോ, നിങ്ങളും മാറ്റില്ല നമ്മൾ ആവശ്യം. ഇവിടെ ഈ ഇരിക്കണ കൂട്ടത്തിൽ തന്നെ നേരത്തെ കഴിച്ചോലുണ്ടാവില്ലേ? എവിടെ കഴിച്ചോല്? അതിന് റാലിക്ക് നിന്നെടുത്തോര് പിരിവ് കൊടുത്തോരുണ്ടാവില്ലേ? പിന്നെ മാറ്റി. നിങ്ങളും മാറ്റണം, തിരിച്ചറിയണം. അങ്ങനെ റസൂലുള്ളാഹി ചെയ്തിട്ടില്ല എന്നുള്ളത്, സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നുള്ളത്, താബികൾ ചെയ്തിട്ടില്ല എന്നുള്ളത് പിൽക്കാലത്തുണ്ടായ പുത്തനാശയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടി ഒറ്റ കാര്യം പറയാം. ഇതൊരു ദീനീയായ കാര്യമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു പോകുന്നൊക്കെ തോന്നുന്നുണ്ടോ? നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവിടുത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തെക്കാൾ, കുടുംബത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ആരെക്കൊണ്ട് അവരെക്കാൾ ഒക്കെ നമ്മൾ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെല്ലാരും അല്ലേ? ആ സ്നേഹിക്കണം നമ്മള്, ആ സ്വലാത്ത് ചൊല്ലണം നമ്മള്. എന്തേ റബീഉൽ അവ്വൽ ആഘോഷിക്കാത്ത നിങ്ങൾക്ക് അറിയോ? അതിന് തെളിവില്ലാത്തോണ്ടാണ്, ഒരു രേഖയും അതിലില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് ദീനിയായി കാര്യമായിട്ടല്ലേ ചെയ്യണം. അപ്പൊ തെളിവ് വേണ്ടേ? ആ തെളിവ് അതിനുണ്ടോ? ഉണ്ടോ നമ്മൾ ചോദിക്കാന്നല്ലാതെ എത്ര കാലായി ചോദിക്കണേ? വല്ല തെളിവും കിട്ടിയോ? ഇല്ല. അള്ളാന്റെ റസൂൽ ഇതാ ചെയ്തത്, അല്ലെങ്കിൽ സ്വഹാബത്ത് ഇതാ ചെയ്തത്. എന്താ കൂട്ടരെ സുന്നത്തമാത്ത്? നിങ്ങൾ പഠിച്ചില്ലേ സുന്നത്തമാത്ത് എന്താ? റസൂലുള്ളാഹിയുടെ മാർഗാണ്, സ്വഹാബത്തിന്റെ മാർഗാണ് അല്ലേ? അതില് സ്വലാത്തല്ലുണ്ട്, ഞങ്ങൾ ചൊല്ലുണ്ട്. അതില് റസൂലുള്ളാഹിയെ സ്നേഹിക്കലുണ്ട്, ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതില് നബിദിനാഘോഷം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കണില്ല. ഇപ്പൊ ഇവിടെ സുന്നത്തമാത്ത്. ഇങ്ങനെ ഓരോ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞു എന്താണെന്നറിയോ? പിന്നെ KM മൗലവിനെ പറ്റി പദ്യം ഉണ്ടാക്കി. മുപ്പരുടെ മൗലൂദ് എന്നാ. ഉമർ മൗലവി മരിച്ചപ്പോ അദ്ദേഹത്തെ പറ്റി ഒരു പദ്യം ഉണ്ടാക്കി. അവിടെ ഉമർ മൗലൂദ് എന്നാ. അദ്ദേഹത്തെ കുറിച്ച് പാട്ടുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പിന്നെ പദ്യം ഉണ്ടാക്കി. അതിൽ തന്നെ ഉമർ മൗലവിയെ പറ്റി ഉണ്ടാക്കിയതിൽ ചില വാചകങ്ങൾ ഏറിപ്പോയിട്ടുണ്ടെന്ന് അന്നെ പറയുകയും അത് അദ്ദേഹം തന്നെ തിരുത്തുകയും പിന്നെ ഇസ്ലാഹ് മാസികയിലെ തിരുത്തൊക്കെ വരികയും ചെയ്താക്കും. ഇവർക്കും അറിയാം, അതിങ്ങനെ പറയണ്ടെന്നൊക്കെ അങ്ങനെ ഇഞ്ഞും പറയും. ഇതിപ്പോ ഇസ്ലാഹ് മാസികയിൽ പിന്നെ തിരുത്തിയിട്ടുള്ള വാചകങ്ങള്, അതിൽ ചില വാചകങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇഞ്ഞും പറയും. എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞടക്കി. അപ്പൊ ഇതാണ് കഥ. അതേപോലെ നിങ്ങൾ തിരുത്തിയാളി, ഇപ്പൊ റിഫായിമാരെ നിങ്ങൾ തിരുത്തിയാളി, അത് പിൻവലിച്ചാളി, പ്രശ്നം തീർന്നല്ലോ. അപ്പൊ പ്രിയമുള്ളവരെ, അതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ കാര്യങ്ങൾ സ്വീകരിക്കുക. ഖുതുബന്റെ ഭാഷ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുതുബന്റെ ഭാഷ എന്താണ്? ഇവർ പറഞ്ഞു, KM മൗലവി വരെ പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തൊക്കെ അറബി നാട്ടിലല്ലാത്ത പല നാട്ടിലും ചെന്നിട്ട് പിന്നെ മതപരമായ പ്രസംഗങ്ങൾ അറബി ഭാഷയിലല്ല നിർവഹിച്ചിട്ടില്ല. അപ്പൊ വയലും പറഞ്ഞ അറബിയിൽ. നിങ്ങളോ നിങ്ങൾ ഏത് ഭാഷയിലാ വയലുണ്ട്? വള്ളിക്ക വരെ തറപ്രസംഗം വരെ ചെറുത്ത് നടക്കില്ലേ? അറബിയില. കൂട്ടരെ, ഖുതുബന്റെ വിഷയം എന്താണ്? ഞങ്ങൾ പറയുന്നത് ഖുതുബ മലയാളത്തിലാക്കണം എന്നല്ല, മനസ്സിലാകുന്ന ഭാഷയിലാക്കണം. അങ്ങനെ ആയതുകൊണ്ട് ഖുതുബക്ക് ഒരു തകരാറും വരില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എല്ലാവർക്കും അറബി അറിയാം. അവിടെ അറബി എടുത്തോളി. ഞങ്ങൾ എതിർക്കുവോ? ഇല്ല. ആ സമൂഹത്തിന് മനസ്സിലാക്കാനോ മഖ്സൂദുൽ ഖുതുബത്തി അൽ വഅളു, ഖുതുബന്റെ ഉദ്ദേശം വഅളാണ്. ഔബർ പറയാണ്, അങ്ങനെ ഖുർആനെ പറ്റി മൗഇളത്ത് എന്ന് പറഞ്ഞില്ലേ? എന്നാ ഖുർആൻ മലയാളത്തിൽ ഓതുവാണ്. ഖുർആന് അറബിയായ പോരാ. അറിയോ? ഒരാള് ഫാത്തിഹ സൂറത്ത് അല്ലെങ്കിൽ ബിസ്മില്ലാണ്, ഫാത്തിഹ സൂറത്തിന് ഒന്നാമത്തെ ആയത്താണല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാള് ബിസ്മില്ലാഹി അൽ ഗഫൂരിർ റഹീം
എന്ന് ഓതിയ ബിസ്മിയാവോ? അയാൾ ഖുർആൻ ഓതുന്നു പറ്റുമോ? ഇല്ല. അത് അറബിയല്ലേ? അറബിയാണ്. അറബിയായ പോലെ ആ പദം തന്നെ ആവണം. ആ പദം തന്നെ. നിസ്കാരം അങ്ങനെ തന്നെ, ബാങ്കും അങ്ങനെ തന്നെ, ആ പദം തന്നെ ആണോ? നിങ്ങൾ റസൂലുള്ളാഹി ഉപയോഗിച്ച അതേ പദം ഇന്ന് വെള്ളിയാഴ്ച നടത്തിയേ അല്ലേ? ഇബ്നു ബാത്തൽ മിസ്രി നടത്തിയേ അല്ലെ? നിങ്ങൾ നടത്തുന്നത് പലരും അല്ലേ? അതാണെങ്കിൽ റസൂലുള്ളാഹി ഉപയോഗിച്ച പദാണ് നിങ്ങൾ ഇന്ന് ഉപയോഗിച്ചത്. ഇന്നത്തെ വെള്ളി ഇന്നത്തെ ജുമ നടത്തിയത് അല്ല. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് അറിയാം, സാന്ദർഭികമായ ഉപദേശമാണ്. അതാണ് ഖുത്ബ. ആ മഹല്ലത്തിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് അവിടെ ആ ആളുകൾക്ക് വേണ്ട ഉപദേശം ഇമാമ് നൽകുന്നു. അതാണ് ഖുത്ബ. ഇതാണ് കാര്യം. ആ നിലക്ക് വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ദർഭികമായി ഉപദേശം കൊടുത്തത് കാന യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ഖുർആൻ ഓതിട്ട് ജനങ്ങൾ ഉത്ബോധിപ്പിക്കും. ഈ ഉത്ബോധന ജനങ്ങൾക്ക് തിരിയണ്ടല്ലേ, മനസ്സിലാണ്ടല്ലേ? ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ അത് ആ നിലക്ക് മനസ്സിലാക്കുക. സുന്നത്തിയമായിട്ട് ഒരു വാശിയും കച്ചറല്ല. ഞങ്ങൾ പറയാം ഏറ്റവും പ്രധാനമായിട്ട് അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കും. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്. ശിർക്ക് ചെയ്ത ആ മനുഷ്യൻ കാലാകാലം നരകത്തിലാണ്. അത് മനസ്സിലാക്കണം. ഒരു സംഘടനാ തർക്കമോ സങ്കുചിതത്വമോ ഒന്നും അതിൽ വേണ്ട. നിങ്ങൾ ആലോചിച്ചോളൂ, ശിർക്കോടെ മരിച്ചു പോയാൽ ആ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ആ മനുഷ്യൻ ശാശ്വതമായി നരകത്തിലായി പോയാലേ ആരാ രക്ഷപ്പെടുത്തുക? ഞങ്ങൾ പറഞ്ഞതാണ്, മുഹീദ്ദീൻ ശൈഖ് പ്രാർത്ഥിച്ച പോലെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കും. ബദരീങ്ങൾ പ്രാർത്ഥിച്ച പോലെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കും. ലോകത്ത് വന്ന അമ്പിയാക്കൾ, ഖുർആൻ പരിചയപ്പെടുത്തിയ ഔലിയാക്കൾ, അവരൊക്കെ പ്രാർത്ഥിച്ച പോലെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നാ ഞങ്ങൾ പറഞ്ഞത്. അതൊരിക്കലും പുത്തൻവാദമല്ലല്ലോ. അമ്പിയാക്കളുടെ വാദല്ലേ, അമ്പിയാക്കൾ ആശയല്ലേ, അമ്പിയാക്കൾ ആദർശല്ലേ? ആ ആദർശം സ്വീകരിക്കുന്ന ഞങ്ങൾ പറഞ്ഞത്. ഇനി ഒറ്റ കാര്യം കൂടെ പറയട്ടെ പ്രിയമുള്ളവരെ, ഞങ്ങൾ പറയുന്നു അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ശിർക്കാണ്. മൊയ്തീൻ ശൈഖെ കാക്കണിന് ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണ്. ശിർക്കോടെ മരിച്ചുപോയ നരകത്തിലാവും ഞങ്ങൾ പറയണം. ഇന്ന് നിങ്ങൾ കേൾക്കുകയാണ്, അള്ളാഹ് തന്ന ഈ സൗകര്യം വെച്ചിട്ട് നിങ്ങൾ കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മരിച്ചുപോയല്ലോ. അങ്ങനെ മരിച്ചുപോയി പരലോകത്തെത്തി. ഇത് നിങ്ങൾ ഇവർ പറയുന്ന പോലെ ഉസ്താദുമാർ എന്താ പറയാ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ കാക്കണേ എന്ന് പറഞ്ഞ നിർബന്ധമുണ്ടോ? ഇല്ല. സുന്നത്തുണ്ടോ? ഇല്ല. അനുവദനീയം. കട്ടൻ ചായ കുടിക്കണമാതിരി, ചായ കുടിക്കണമാതിരി, മന്തി തിന്നണമാതിരി അനുവദനീയം, അത്രേ ഉള്ളൂ. ഒരനുവദനീയമായ കാര്യം ചെയ്യാത്ത പേരിൽ അള്ളാഹ് ശിക്ഷിക്കുമോ? ഇല്ലല്ലോ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ചായ കുടിക്കാത്ത പേരിൽ അള്ളാഹ് ശിക്ഷിക്കുമോ? ഇല്ല. അപ്പൊ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്യാത്ത ഞങ്ങളെ അതിന്റെ പേരിൽ അള്ളാഹ് ശിക്ഷിക്കൂല എന്ന് ഞങ്ങൾക്കും ഉറപ്പാണ്. ഉറപ്പാണ്. ഇനി അത് ഇവർ ഈ പറയുന്നത് എങ്ങാനും അവിടെ ശരിയായി വന്നാൽ ഞങ്ങൾക്ക് ശിക്ഷ ഇല്ലല്ലോ. കാരണം എന്താ? നിർബന്ധമല്ല. കൂലി നഷ്ടപ്പെടണ്ടോ? ഇല്ല. കാരണം എന്താ? സുന്നത്തുമല്ല, അനുവദനീയം അല്ലേ എന്ന് തെളിഞ്ഞാ പോലും അതാ. ഇനി ഞങ്ങൾ ഈ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്നത് അവിടെ തെളിയുമ്പോ എന്ത് ചെയ്യും? ശിർക്കാണ്. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്ന് ഇസ്തിഗാസയിൽ ശിർക്കാണ്. ഇത് അവിടെ തെളിഞ്ഞു. എന്ത് ചെയ്യും? നിസ്കാരം നഷ്ടപ്പെട്ടില്ലേ? നോമ്പ് നഷ്ടപ്പെട്ടില്ലേ? ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജും ഉംറ ചെയ്തവരുടെ ഉംറയും നഷ്ടപ്പെട്ടില്ലേ? ആര് തിരിച്ചു തരും? ആ നഷ്ടപ്പെട്ട നോമ്പ് ആര് തിരിച്ചു തരും? ഏതെങ്കിലും ഉസ്താദുമാരെ കണ്ടിട്ട്, ഏതെങ്കിലും ഹോജാക്കന്മാരെ കണ്ടിട്ടാണോ പോണത്? ആര് തിരിച്ചു തരും? ഈ ഒരു ബോധം ബഹുമാന രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞങ്ങൾ അടിസ്ഥാനപരമായി പറയുന്നു. വിശുദ്ധ ഖുർആന്റെ ആശയം അതാണ്. ഖുർആനിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ, എത്രയോ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ഒരു നബിയും ആ നബിക്കും കഴിഞ്ഞു പോയ നബിയോട് പ്രാർത്ഥിച്ചത് ഖുർആൻ പറയില്ല, ഹദീസിലില്ല, സ്വഹീഹായിൽ ഒന്നുമില്ല. അതുകൊണ്ട് ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം സ്വീകരിക്കുക. സുന്നത്ത് ജമാഅത്തിൽ നകന്നു പോകരുത്. സുന്നത്ത് ജമാഅത്ത് നകന്നു പോയാൽ അത് നരകത്തിന്റെ മാർഗമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് വരൂ എന്നാണ് സ്നേഹത്തോടെ ഞങ്ങൾ വിളിക്കുന്നത്. ആ മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗമാണ്, സ്വഹാബത്തിന്റെ മാർഗമാണ്. ആ മാർഗമാണ് വിജയത്തിന്റെ അൽഫിറഖത്തുൻ നാജിയ അത്വായിഫത്തുൽ മൻസൂറ എന്ന് പറയുന്ന വിജയിക്കുന്ന കക്ഷി. അതുകൊണ്ട് ആ മാർഗത്തിലേക്ക് വരൂ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ പറയാണ്. ഒറ്റ വാചകം കൂടെ, പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ മുജാഹിദുലല്ലാത്ത സഹോദരങ്ങൾ സ്നേഹത്തോടെ പറയാണ്, ഇങ്ങനെ ചില കാര്യങ്ങൾ കേട്ടല്ലോ റബ്ബേ, അതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? റബ്ബേ, ഹഖ് ബോധ്യമാക്കി തരണേ. റബ്ബിനോട് ആത്മാർത്ഥമായി
സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരെ, നരകത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്നുകൂടെ വളരെ സ്നേഹത്തോടെ പറയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹ് പറയാണ്, സത്യം ബോധ്യമായി എന്നിട്ട് മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചു, അല്ലാഹുവിന്റെ റസൂലിനെതിരെ പ്രവർത്തിച്ചു, സ്വഹാബത്തിന് മുഅ്മിനീങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചു, ആ ആളല്ല ലൂസാക്കി വിടും. അപ്പ പിടിക്കുന്നല്ല പറഞ്ഞത്, ലൂസാക്കി വിടും. പക്ഷെ അവസാനം നരകത്തിൽ കത്തിയിരിക്കും. അതത്ര മോശമായ സങ്കേതം എന്നല്ല പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നരകമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറത്താണ്, കണക്ക് കൂട്ടലുകൾക്കപ്പുറത്താണ്. ഈ ലോകത്തെ ശിക്ഷ, ഈ ലോകത്തെ തീയിന്റെ പോലല്ല നരകശിക്ഷയാണ്. ഇതിന്റെ എത്രയോ അപ്പുറത്തുള്ള ഭീകരമായ ലോകമാണ്. ഏറ്റവും ചെറിയ ശിക്ഷ പോലും ഏറ്റവും വലിയ ശിക്ഷയായിട്ട് അവന് തോന്നിപ്പോകും നരകത്തിൽ കഴിയുന്ന മനുഷ്യന്. അതുകൊണ്ട് ആ നരകത്തിലാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മനുഷ്യരെന്ന് ഒരു വാശിയില്ലാതെ, കക്ഷിവൈരാഗില്ലാതെ വളരെ സാവധാനത്തിൽ ആലോചിക്കുകയും എന്നിട്ട് നിങ്ങൾ നോക്കി, രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്ന വരെ അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്ന് പറഞ്ഞ് എത്ര ദുആ നമ്മള് മുജാഹിദും സമസ്തയും വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും നടത്തുന്നില്ലേ? അള്ളാഹിനോടല്ലേ എല്ലാ പ്രാർത്ഥനയും അതേമാതിരി ആക്കണം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? അത് പുത്തൻവാദാവോ? അത് പുതിയ വാദാവോ? നമ്മള് മുജാഹിദിന്റെ മദ്രസ മാത്രമല്ല, അപ്പുറത്തുള്ള സഹോദരങ്ങൾ, നിങ്ങളെ കുട്ടികളെ മദ്രസ പുസ്തകം പരിശോധിച്ച് നോക്കി, അതിന് രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ടാവും. അതുപോലെ ടോയ്ലറ്റ് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ടാവും, പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന, ഇങ്ങനെ തുടങ്ങി കിടന്നുറങ്ങുന്ന വരെയുള്ള പ്രാർത്ഥന ഉണ്ടാവും. ഇതൊക്കെ ആരോടാ? അല്ലാഹുമ്മ നല്ലേ, റബ്ബന നല്ലേ, റബ്ബി നല്ലേ. ഈ കുട്ടിയാളി വഹാബിസാണോ ഉസ്താദുമാരെ പഠിപ്പിക്കണേ മദ്രസയില്? നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലാഹുവോട് ഈ സംഗതി അല്ലാഹുവോട് മാത്രമാക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ബോധ്യമായി ആ ഹഖിൽ തന്നെ അടിച്ചു ഉറച്ചു നിൽക്കാൻ, മരണം വരെ ആ നിലക്ക് മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ദോഷങ്ങൾ അല്ലാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും നരകത്തിൽ രക്ഷപ്പെടാനും അല്ലാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.